ലെഫ്റ്റ് ഭാഗത്തു നിന്ന് ശരീരത്തിന്റെ ഭാഗത്തേക്ക് ഒഴുകും, റൈറ്റ് ഭാഗത്തു നിന്ന് ലങ്സിലേക്ക് ഒഴുകും. ശ്രദ്ധിക്കൂ. ഇനി ഹൃദയം വികസിക്കുമ്പോൾ ഹൃദയത്തിന്റെ അകത്തേക്ക് ബ്ലഡ് വരികയാണോ ചെയ്യുക അതോ പുറത്തേക്ക് പോവുകയാണോ ചെയ്യുക? ആരാ പറയാ? ഗൗതം പറയൂ. വികസിക്കുമ്പോ അകത്തേക്ക് വരും. അകത്തേക്ക് വരും, അങ്ങനെ പറയൂ നിങ്ങള്. അപ്പോ അകത്തേക്ക് വരും. അപ്പോ ഈ ഹൃദയം ചുരുങ്ങുന്നതിനും വികസിക്കുന്നതിനും ഓരോ പേരുണ്ട്. ചുരുങ്ങുന്നതിനെ, അതായത് സങ്കോചിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേര് സിസ്റ്റോൾ എന്നാണ് പറയുന്നത്. സിസ്റ്റോൾ. വികസിക്കുന്നതിനെ നമ്മൾ സിസ്റ്റോൾ. SYSTO. മലയാളം തന്നെ സിസ്റ്റോൾ. മലയാളവും ഇംഗ്ലീഷൊക്കെ ഒന്ന് തന്നെ സിസ്റ്റോൾ. ഇനി ചുരുങ്ങുമ്പോൾ, ഇത് ചുരുങ്ങുമ്പോൾ, ഇനി വികസിക്കുമ്പോൾ അതിന് വിളിക്കുന്ന പേര് ഡയസ്റ്റോൾ എന്നാണ്. എന്താണ് വിളിക്കുന്ന പേര്? ഡയസ്റ്റോൾ. അപ്പോൾ ചുരുങ്ങുമ്പോൾ സിസ്റ്റോൾ എന്നും വികസിക്കുമ്പോൾ എന്താ? ഡയസ്റ്റോൾ എന്നും. ഇത് മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ സിസ്റ്റോൾ നടക്കുന്ന സമയത്ത് ബ്ലഡ് അകത്തേക്ക് വരുമോ അതോ പുറത്തേക്ക് പോകും? അത് ക്ലിയർ ആവണം. അകത്തേക്ക് വരുമോ പുറത്തേക്ക് പോകും? പുറത്തേക്ക് ഒഴുകും അല്ലേ? തെറ്റിക്കരുത്, പുറത്തേക്ക് ഒഴുകും. ഇനിയോ ഡയസ്റ്റോൾ സമയം, അപ്പൊ ഡയസ്റ്റോളിന്റെ സമയത്ത് അകത്തേക്ക് വരും. നോക്കൂ, ഈ പുറത്തേക്ക് ബ്ലഡ് ചീറ്റി ഒഴുകുന്ന സമയത്ത് നമ്മുടെ രക്തക്കുഴലുകളെല്ലാം ഒരു റബ്ബർ ട്യൂബ് പോലെയാണ്. അത് നിങ്ങൾക്ക് പറയാതെ തന്നെ ഏകദേശം മനസ്സിലായിണ്ടാവും. ഒരു റബ്ബർ ട്യൂബ് പോലെയാണ്. ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് ചീറ്റി ഒഴുകുന്ന സമയത്ത് ഈ ട്യൂബിലൂടെ അല്ലേ എന്താണ് ബ്ലഡ് ഒഴുകുമ്പോ അത് നല്ല ശക്തിയിൽ പോകുമ്പോ, ശരിക്കും പറഞ്ഞാൽ ഒരു റബ്ബർ ട്യൂബിലൂടെ നിങ്ങൾ വെള്ളം നല്ല ശക്തിയിൽ അങ്ങോട്ട് വിട്ടു നോക്കുക. അപ്പൊ കാണാൻ വെള്ളം ഒഴുകുന്നത് ഒരു മുഴ പോലെ പോവും ഇല്ലേ? അല്ലേ? പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം വിടുന്ന സമയത്ത് ഒരു മുഴ പോലെ എന്തായാലും റബ്ബർ ട്യൂബ് ഒന്ന് വികസിക്കും ഇല്ലേ? ഒന്ന് വികസിച്ചിട്ട് ഒരു മുഴ പോണ പോലെ പോവും. അത് എപ്പോഴാ? സിസ്റ്റോളിലാണോ ഡയസ്റ്റോളിലാണോ? സിസ്റ്റോൾ. അപ്പോൾ ഡയസ്റ്റോളിൽ എന്താ സംഭവിക്കുക? ഈ റബ്ബർ ട്യൂബിൽ മുഴ പോലത്തെ ഒരു സംഗതി ഉണ്ടാവുമോ? അതായത് റബ്ബർ ട്യൂബ് വികസിക്കുമോ അതോ സാധാരണ പോലെ നിൽക്കുമോ? സാധാരണ പോലെ നിൽക്കും അല്ലേ? അപ്പോ ചുരുങ്ങിയിട്ട് വീണ്ടും, അതായത് ഹൃദയം വികസിച്ചിട്ട്, അതായത് സിസ്റ്റോൾ കഴിഞ്ഞ് വീണ്ടും ഡയസ്റ്റോൾ ആവുമ്പോൾ സാധാരണ പോലെ, വീണ്ടും ഡയസ്റ്റോൾ കഴിഞ്ഞ് അടുത്ത സിസ്റ്റോൾ വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? റബ്ബർ ട്യൂബ് വികസിക്കും. അപ്പൊ ഒരു മുഴ അങ്ങോട്ട് ഓടും അല്ലേ? വീണ്ടും എന്ത് ചെയ്യും? ഈ ഹൃദയം ഡയസ്റ്റോൾ എത്തുമ്പോ അത് സാധാരണ പോലെയാവും. വീണ്ടും അടുത്ത സിസ്റ്റോൾ വരുമ്പോ എന്ത് ചെയ്യും? വികസിക്കും. ഇതാണ് കണ്ട. അതാ ഇങ്ങനെ പിടിച്ചാൽ അത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് ഓരോ 0.8 സെക്കൻഡിലും ഇത് സംഭവിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഓരോ 0.8 സെക്കൻഡിലും, ഓരോ 0.8 സെക്കൻഡിലും, അതായത് ഒരു സെക്കൻഡ് പോലും ഇല്ല, ഒരു സെക്കൻഡ് പോലും എടുക്കുന്നില്ല. ഓരോ 0.8 സെക്കൻഡിലും ഇത് വികസിക്കുകയും സാധാരണ പോലെ ആവുകയും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അറിയാം. ഡോക്ടേഴ്സ് അല്ലെ ഇങ്ങനെ പിടിച്ചു നോക്കാറുണ്ട് അല്ലേ? നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ പിടിച്ചു നോക്കണത് അവര് ഇതാണ്. ഓരോ 0.8 സെക്കൻഡിലും ഇത് ശരിക്കും ഉണ്ടാവുന്നുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിൽ അവർ സമയം നോക്കും, വാച്ചിൽ നോക്കും. അങ്ങനെ അവർ നോക്കുമ്പോൾ ഒരു മിനിറ്റിൽ സാധാരണഗതിയിൽ 72 തവണയെങ്കിലും ഇതുണ്ടാവണം എന്നാ പറയുന്നത്. ഒരു മിനിറ്റിൽ സാധാരണ തവണ 72 തവണയെങ്കിലും, ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ. മനസ്സിലായോ? അതിന്റെ മുൻപ് അവര് സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ഇങ്ങനെ നോക്കും. അതെന്തിനാ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കണത്? എന്തിനാ? എന്ത് കേൾക്കാനാ? ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹാർട്ട് ബീറ്റ് നമ്മൾ കേൾക്കുന്ന ഒരു താളം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ കേൾക്കുക? ലെഫ്റ്റ്. ലെഫ്റ്റ് അല്ലേ? ഹാർട്ട് ബീറ്റ് നമ്മൾ കേൾക്കുക അങ്ങനെയാണ്. അതായത്
കസ്പിഡ് വാൽവ് അടയും, ലബ്. പിന്നെയോ പൾമണറി വാൽവ് അടയും, ഡപ്പ്. അല്ലേ? അതാണ്. അതായത് സിസ്റ്റോളിന്റെ സമയത്ത് എന്താ ചുരുങ്ങുന്ന സമയത്ത് ആരടയ? കസ്പിഡാണോ അതോ പൾമണറി വാൽവാണോ? ഏതടയ? കസ്പിഡ്. ഇനി ഡയസ്റ്റോളിന്റെ സമയത്ത് ആരടയ? പൾമണറി വാൽവ്. അപ്പൊ അത് ഇപ്പൊ ഡോക്ടർമാര് ആദ്യം സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കും. ഒരാള് ഡോക്ടറെ അടുത്തേക്ക് എന്ന് കഴിഞ്ഞാലേ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കും. പിന്നെതാ ഇവിടെ വെച്ച് നോക്കും, പൾസ് നോക്കുക എന്ന് പറയും ഇതിന്. സ്റ്റെതസ്കോപ്പ് നോക്കണത് ഹാർട്ട് ബീറ്റ്, അതായത് ലെബ്ഡപ്പ്. ഇവിടെ പിടിച്ചു നോക്കണത് എന്തിനാ? ഇവിടെ പിടിക്കണത് എന്തിനാ? പൾസ് നോക്കാം. ഇത് കൂടാതെ ഡോക്ടർമാർ വേറൊരു സാധനം വെച്ച് നോക്കും. ഒരു വയസ്സായ ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊന്നും വെച്ച് നോക്കില്ല. എന്താ, ഇവിടെ ഒരു തുണി കൊണ്ട് ഒരു സാധനം ഇങ്ങനെ കെട്ടിയിട്ട് സ്റ്റെതസ്കോപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്പോഞ്ച് കൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അമർത്തും. അപ്പോ കാറ്റ് പോകുന്ന പറഞ്ഞാൽ ആളുടെ കാറ്റല്ല കേട്ടാ. എന്നിട്ട് ഈ സാധനം ഇങ്ങനെ ഇങ്ങനെ നിർത്തി വെച്ചിട്ട് അതിലിങ്ങനെ ഒരു മെർക്കുറി ഇങ്ങനെ ഉയർന്ന് ഇങ്ങനെ അമർത്തണതിനനുസരിച്ച് ഇങ്ങനെ കണ്ടിട്ടുണ്ടാ? ചിലപ്പോ നിങ്ങളുടെ വീട്ടിലുണ്ടാവും. ഇപ്പൊ അത് എങ്ങടെത്തുന്നു? കയറി. ഇപ്പൊ അത് നമുക്കിപ്പോ അത് അങ്ങനെ അളക്കുന്നതിന് വേറെ ഇലക്ട്രോണിക് ഡിജിറ്റൽ സംവിധാനം ഉണ്ട്. പഴയതാണ് ഞാൻ അങ്ങനെ ഒരു ബോക്സ് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കണ ടൈപ്പ് സാധനം. സ്വിഗ്മോ മാനോമീറ്റർ എന്നാണ് അതിന്റെ പേര്. കേട്ടിട്ടുണ്ടോ? അത് അങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ടോ? പേര് കേട്ടില്ലെങ്കിലും ഈ സംഗതി കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. സ്വിഗ്മോ മാനോമീറ്റർ. അത് ഉപയോഗിച്ചിട്ട് അവരെന്താണ് പരിശോധിക്കുന്നത്? എന്താ അവര് പരിശോധിക്കുന്നത്? സ്റ്റെറ്റ്സ് വെച്ച് നോക്കണത് ഹാർട്ട് ബീറ്റ് ആണ്, ലബ്ഡപ്പ്. ഇവിടെ പിടിച്ച് നോക്കണത് എന്നിട്ട് പൾസാണ്. അതായത് ആ റബ്ബർ ട്യൂബിന്റെ ഇങ്ങനെ ഒഴുക്കുണ്ടാവുമ്പോൾ ഇങ്ങനെ പോണത് ഓരോന്നിന്റെ എണ്ണം. അപ്പൊ ഈ സാധനം വെച്ചിട്ട് എന്തുട്ടാ നോക്കണത്? ഇവിടെ കെട്ടിയിട്ട് അറിയോ എന്താ നോക്കണെന്ന്? എന്താ? പ്രഷർ. അതറിയാനേ. പിന്നെ ഞാൻ എത്ര നേരം പറഞ്ഞിട്ടൊന്നും മനസ്സിലായില്ലേ? പ്രഷർ നോക്കുക എന്ന് പറയും. മെയിനായിട്ട് വയസ്സായ ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം നോക്കും, പ്രഷർ. പ്രത്യേകിച്ച് നിങ്ങളുടെ പോലുള്ള മക്കളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് നോക്കണം. എന്ത്? എന്തിനത്? അത്ര നല്ല സ്വഭാവമല്ലേ നിങ്ങളുടെ? അല്ലേ? ആണോ? നിങ്ങളുടെ സ്വഭാവം നല്ലതല്ലേ? നല്ലതല്ല? അതെ, സമ്മതിച്ചു. വിശ്വാസം വളരെ നല്ലതാണ്. ആയിക്കോട്ടെ. അപ്പോ അങ്ങനെ പ്രഷർ നോക്കുമ്പോ എന്താണ് ഈ പ്രഷർ? അതാണ് ഇനി അടുത്തത്. എന്താണ് ഈ പ്രഷർ? ഇപ്പൊ നമ്മള് ലബ്ഡപ്പ് നോക്കുക, ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ? ഈ രണ്ട് വാൽവ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ലബ്ഡപ്പ് കറക്റ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ കറക്റ്റ് 72 എണ്ണം ഒരു മിനിറ്റിൽ ഉണ്ടാവുണ്ടോ എന്നാണ് നോക്കുന്നത്. മനസ്സിലായ? അതാണ് അവർ നോക്കുന്നത്. അവർക്ക് അതിൻ്റെ ഒരു കണക്കുണ്ടാവും. എന്നാൽ പ്രഷർ നോക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മുടെ രക്തക്കുഴലുകളൊക്കെ നല്ല സുഖമായിട്ട് അതിലൊരു തട്ടും തടസ്സവും ഒന്നുമില്ലാതെ നല്ല പൂർണ്ണമായിട്ട് നമ്മുടെ രക്തക്കുഴലുകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നതാണ് പ്രഷർ. രക്തക്കുഴലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയാം. ചിലപ്പോൾ നമ്മളിങ്ങനെ വയസ്സാവും തോറേ കണ്ണി കണ്ട ഭക്ഷണമൊക്കെ ഇങ്ങനെ വാരി വലിച്ച് കഴിച്ചിട്ടേ ചില ആൾക്കാർ നല്ലോണം ഉപ്പൊക്കെ തിന്നും. അതുപോലെ ഇറച്ചിയും മീനും മാത്രമേ കഴിക്കുള്ളൂ ചില ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കുറെ കഴിയുമ്പോൾ ഈ രക്തം ഒഴുകുന്ന ഈ കുഴല് ചെറുതായിട്ടൊന്നും എന്ത് ചെയ്യും? ചുങ്ങൽ അടയും. അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഈ കൊഴുപ്പൊക്കെ വന്നിട്ട് അടിക്കും. അപ്പോ ഈ ബ്ലഡിന് അങ്ങോട്ട് വല്ലാണ്ട് ഒഴുകാൻ പറ്റുമോ? അപ്പോ ബ്ലഡ് ഒഴുകുമ്പോ, പക്ഷെ ബ്ലഡ് ഒഴുകാതിരിക്കില്ല. ബ്ലഡ് ഒഴുകുമ്പോ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഹൃദയത്തിന്റെ കപ്പാസിറ്റി വിട്ടിട്ട് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അത് ഹൃദയത്തിന് നല്ലതല്ല. കേൾക്കണ്ട? പിന്നെ തന്നെയല്ല, ബ്ലഡ് എല്ലായിടത്തേക്കും ശരിക്കും എത്തൂല. അപ്പൊ അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രഷർ. അപ്പൊ ഇനി പ്രഷർ എങ്ങനെയാ നോക്കുക എന്നുള്ളതാണ്. പ്രഷർ നോക്കണത് ശ്രദ്ധിക്കുക. നമ്മള്
സിസ്റ്റോൾ എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു. എപ്പോഴാ സിസ്റ്റോൾ? ചുരുങ്ങുമ്പോ. അപ്പൊ ചുരുങ്ങുമ്പോ നമ്മുടെ രക്തക്കുഴലെ ഒരു റബ്ബർ ട്യൂബ് പോലെയാണ്. അതിലൂടെ ബ്ലഡ് അങ്ങോട്ട് പാഞ്ഞു പോകും. പാഞ്ഞു പോകുമ്പോ ഒരു മുഴ, അല്ലെ, ഒരു മുഴ പോകുന്നത് പോലെയാണെന്ന് പറഞ്ഞു, അല്ലെ? ആ. എന്നാൽ ഡയസ്റ്റോളിന്റെ സമയത്തോ സാധാരണ പോലെ ആവൂല്ലേ ട്യൂബ്. ആ. അപ്പൊ സിസ്റ്റോളിന്റെ സമയത്ത് ഈ ബ്ലഡ് ഇതിലൂടെ പാഞ്ഞു പോകുമ്പോൾ ഈ കുഴലിന്റെ ചുറ്റും ഒരു ബലം പ്രയോഗിക്കും. കേൾക്കണ്ട? ബ്ലഡ് പാഞ്ഞു പോകുമ്പോൾ ഈ ട്യൂബിന്റെ ഉള്ളിൽ ഒരു ബലം പ്രയോഗിക്കും. മനസ്സിലായോ? ഈ ബലം ഇല്ലേ, ഉണ്ടാവില്ലേ? നമ്മൾ നല്ല ശക്തിയിൽ വെള്ളം ഒരു പൈപ്പിലൂടെ ഒഴുക്കുമ്പോൾ, അതായത് റബ്ബർ ട്യൂബാണ് എന്ന് വിചാരിച്ചു, റബ്ബർ ട്യൂബിലൂടെ ഒഴുക്കുമ്പോൾ റബ്ബർ ട്യൂബ് ഇങ്ങനെ വികസിക്കാൻ കാരണം ഈ ബലം, ഈ ബ്ലഡ്, ഈ ജലം ഒരു ബലം ആ ട്യൂബിന്റെ വശങ്ങളിൽ ഉപയോഗിക്കല്ലേ, പ്രയോഗിക്കല്ലേ? അതല്ല അതിന്റെ കാരണം. ആ ജലം റബ്ബർ ട്യൂബിന്റെ വശങ്ങളിൽ, അതായത് ഇവിടെ ജലം എന്ന് പറഞ്ഞാൽ ജലമല്ല, ഇവിടെ എന്താ, രക്തം, അല്ലേ? ആ, രക്തം, ഈ എന്താ, രക്തം ഒഴുകുന്ന ഈ പൈപ്പിന്റെ വശങ്ങളിൽ പ്രയോഗിക്കുന്ന ബലമാണ് യഥാർത്ഥത്തിൽ പ്രഷർ എന്ന് പറയുന്നത്. അതാണ് പ്രഷർ. അതിനെയാണ് നമ്മൾ നിന്ന് വിളിക്കുന്നത് പ്രഷർ. ആ, അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ എന്താണ്, സിസ്റ്റോളിന്റെ സമയത്തും ഉണ്ടാകുന്ന പ്രഷർ തന്നെയാണോ ഡയസ്റ്റോളിന്റെ സമയത്ത് ഉണ്ടായിരിക്കുക? അല്ല. ഓക്കെ. എപ്പോഴായിരിക്കും പ്രഷർ കൂടുതൽ ഉണ്ടായിരിക്കുക? സിസ്റ്റോളിന്റെ സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. എപ്പോഴായിരിക്കും പ്രഷർ കൂടുതൽ ഉണ്ടായിരിക്കുക? ആ. എപ്പോഴായിരിക്കും പ്രഷർ കുറവുണ്ടായിരിക്കുക? ഡയസ്റ്റോൾ. അപ്പോ ഈ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ അപ്പോ ഒരു പ്രഷർ അല്ല അത്, അല്ലെ? ഇപ്പൊ നമ്മൾ ശരീരോഷ്മാവ് അളക്കുമ്പോൾ നമ്മൾ പറയും സാധാരണ 37 ഡിഗ്രി സെൽഷ്യസ്, അല്ല 37 ഡിഗ്രി എന്ന് പറയുന്നു. അല്ലെ? അതിനൊന്നും മാറ്റം വരില്ല സാധാരണ. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് 2 തരം പ്രഷർ ഉണ്ട്. അപ്പൊ നമ്മുടെ ബ്ലഡ് ഒഴുകുന്ന കുടലിന് 2 തരം പ്രഷർ ഉണ്ട്. ഒന്ന് എപ്പോഴുണ്ടാകുന്ന പ്രഷറാ? ഒന്ന് എപ്പോഴാ? സിസ്റ്റോളിന്റെ സമയത്ത്. മറ്റൊന്ന് എപ്പോഴാ? സിസ്റ്റോളിന്റെ സമയത്തെ പ്രഷർ ആണോ ഡയസ്റ്റോളിന്റെ സമയത്താണോ കൂടുതൽ? സിസ്റ്റോളിന്റെ സമയത്ത് പ്രഷർ 120 ആയിരിക്കും എന്ന് പറഞ്ഞത്. 120 mg, സോറി, mmHg. 120 mmHg. അതേസമയം ഡയസ്റ്റോളിന്റെ സമയത്തോ 80 mmHg. ഇങ്ങനെയാണ് നമ്മുടെ പ്രഷർ. അപ്പൊ 2 തരം പ്രഷർ ഉണ്ട്. പ്രഷർ ചെക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ 2 പ്രഷറും നോക്കും. അതായത് ഈ പ്രഷർ 120-നേക്കാട്ടിൽ കൂടാനും പാടില്ല, അതേപോലെ 80-നേക്കാളും എന്താവാൻ പാടില്ല, കുറയാനും പാടില്ല. അപ്പൊ കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ഹൃദയം ഓവർലോഡ് എടുക്കുന്നു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ബ്ലഡ് എല്ലായിടത്തേക്കും, രക്തക്കുഴലിന്റെ കപ്പാസിറ്റി കുറഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ ഇത് കുറഞ്ഞു എന്നർത്ഥം. കുറഞ്ഞു എന്ന് പറഞ്ഞാലോ അപ്പോഴും ഹൃദയത്തിന്റെ പ്രവർത്തനം ഇത്തിരി പ്രശ്നമാണെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായ? അപ്പോ ഇത് രണ്ടും സംഭവിക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ഇടയിൽ ആണ് സാധാരണ നിലനിർത്തുക. ഓക്കെ, ഇത്രയും പറഞ്ഞു മനസ്സിലായി. അപ്പൊ 2 തരം പ്രഷർ ഉണ്ട്. ഏതൊക്കെ പ്രഷറുകൾ? സിസ്റ്റോളും ഡയസ്റ്റോളും. അതന്നെ, സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും. പിന്നെ നമുക്ക് അത് നോക്കാം, ടെക്സ്റ്റ് ബുക്കിലത്തെ നോക്കാം നമുക്ക്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലത്തെ നോക്കണത് ഞാൻ എഴുതി തരുന്നതിന് പകരാണ് കേട്ടാ. ഇതാ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടാ. പഠിക്കണ്ട ആരെങ്കിലും? ആര് പഠിക്കുന്നില്ലേ? ഇതിനൊക്കെ ഒരു ദിവസം നിങ്ങളെ എന്റെ കയ്യിൽ കിട്ടും എനിക്ക്. അന്ന് ഞാൻ അതൊക്കെ തല്ലി തീർക്കണ്ട്. നോക്കൂ, ഹാർട്ട് ബീറ്റ്, പൾസ്, ബ്ലഡ് പ്രഷർ. കണ്ടോ? 3 കാര്യം.
one systole and one subsequent diastole together constitute a heartbeat. It take about 0.8 seconds. എത്ര സെക്കൻഡ് എടുക്കുന്നത് ഒരു ഹാർട്ട് ബീറ്റ്? കോൺട്രാക്ഷൻ ഓഫ് ദ ചേമ്പേഴ്സ് ഓഫ് ഹാർട്ട് ഈസ് ടേംഡ് എ സിസ്റ്റോൾ. കണ്ടാ, സിസ്റ്റോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാളികൾ മലയാളം ബുക്കിൽ നോക്കുക കേട്ടോ. ഹൃദയത്തിന്റെ അറകൾ ചുരുങ്ങുന്നതിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റോൾ. ഡ്യൂറിംഗ് ദിസ് ഫേസ് ബ്ലഡ് ഫ്ലോസ് ഫ്രം ആട്രിയ ടു വെൻട്രിക്കിൾ and from ventricle to outside. മനസ്സിലായ? ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്കും വെൻട്രിക്കിളിൽ നിന്ന് ഔട്ട്സൈഡിലേക്ക് പുറത്തേക്കും. സബ്സീക്വന്റ്ലി അലോങ് വിത്ത് ഏട്രിയ ദ വെൻട്രിക്കിൾ ഓൾസോ റിലാക്സ്. അതേപോലെ തന്നെ ഏട്രിയയുടെ ഒപ്പം ഇത് വെൻട്രിക്കിളിലേക്കും അത് പോകുന്നു. Then relax. അതിനുശേഷം ഇത് റിലാക്സ് ചെയ്യുന്നു. ദിസ് സ്റ്റേജ് റിലാക്സേഷൻ ടേംഡ് ആസ് ഡയസ്റ്റോൾ. റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയിട്ട് വീർക്കുന്ന സ്റ്റേജ് ആണ് റിലാക്സേഷൻ. മനസ്സിലായ? ചുരുങ്ങാനാണ് മസിൽ പ്രവർത്തിക്കുക, വീർക്കാൻ മസിൽ ഫ്രീ ആവുക ചെയ്യുക. അതാണ് അത് റിലാക്സേഷൻ എന്ന് പറയുന്നത്. കേൾക്കണ്ട? ഇനി ദിസ് സ്റ്റേജ് ഓഫ് റിലാക്സേഷൻ ഈസ് ടേംഡ് ആസ് ഡയസ്റ്റോൾ. ഇൻ ദിസ് ഫേസ് ചേമ്പേഴ്സ് ഓഫ് ദ heart get filled with blood. ഹൃദയത്തിന്റെ അറകൾ ഡയസ്റ്റോളിന്റെ സമയത്ത് എന്ത് ചെയ്യുന്നു? ഫിൽഡ് വിത്ത് ബ്ലഡ്. അതിൽ രക്തം വന്ന് നിറയുന്നു. The heart beats an average of 72 times per minute. അതായത് 0.8 സെക്കൻഡ് കൊണ്ട് 0.8 സെക്കൻഡ് എന്ന് പറയുന്നില്ലേ, ആ ടൈം വെച്ചിട്ട് നമ്മൾ ഒരു മിനിറ്റിൽ എത്ര തവണ എന്ന് നോക്കുമ്പോൾ അതായത് 60 സെക്കൻഡിനെ 0.8 കൊണ്ട് ഹരിച്ചാൽ ഏകദേശം 72 എന്നുള്ള കണക്ക് കിട്ടും നമുക്ക്. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. മനസ്സിലായ? ഒരു സെക്കൻഡ് വെച്ച് നോക്കിയാൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 എണ്ണല്ലേ? 60 സെക്കൻഡിൽ ഒരു മിനിറ്റ്. 0.8 വെച്ചാകുമ്പോൾ അത് ഏകദേശം 72 കാട്ടി ഇത്തിരി കൂടും, പക്ഷെ 72 ആണ് ഇവിടെ പറയുന്നത്. The wave-like movement formed due to the contraction and relaxation of the heart is felt throughout the walls of the arteries. This is called pulse. അപ്പോ ഈ കോൺട്രാക്ഷനും റിലാക്സേഷനും അതിന്റെ ഫലമായിട്ട് എന്താ, ഈ രക്തം ഒഴുകുന്ന ഭിത്തികള് അല്ലെ, ആർട്ടറീസ്, ധമനികള് അതെന്ത് ചെയ്യും? ഇങ്ങനെ വികസിക്കും. അതിനെയാണ് പൾസ് എന്ന് പറയുന്നത്. ത്രൂ ഔട്ട് ദ വാൾസ്, അതിങ്ങനെ ആ വാൾസിൽ ഇങ്ങനെ ഉണ്ടാവുന്ന അതിന്റെ ഭിത്തി എന്ന് പറഞ്ഞാൽ രക്തക്കുഴല് തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം. അതാണ് പൾസ്. റേറ്റ് ഓഫ് പൾസ് ഈസ് ഇക്വാലന്റ് ടു ദാറ്റ് ഓഫ് ഹാർട്ട് ബീറ്റ്. പൾസ് റേറ്റും എത്ര തന്നെയാ? 72 ടൈംസ് തന്നെയാണ് കേട്ടോ. അപ്പോ ഷോൺ ഇൻ ഇലസ്ട്രേഷൻ 3.4 ചെക്ക് ദ നമ്പർ ഓഫ് പൾസ്. കേട്ടാ, ഇവിടെ 3.4 കണ്ട കയ്യുമ്മ പിടിച്ചിറക്കുന്ന കണ്ടില്ലേ? നാടി പിടിച്ച് നോക്കുന്ന കണ്ടില്ലേ? ഇനി ആഫ്റ്റർ ഡൂയിങ് എക്സർസൈസ് ഫോർ എ ഫ്യൂ സെക്കൻഡ്. ഇനി നിങ്ങൾ ഇങ്ങനെ നാടി പിടിച്ചിട്ട് നിങ്ങളുടെ പൾസ് നോക്കണതിന് മുൻപ് കുറച്ചു നേരം നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള എക്സർസൈസ് ചെയ്യുക. ചാട്, ഓട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എന്നിട്ട് ഇത് ചെയ്ത് നോക്കൂ. അപ്പൊ എന്താ സംഭവിക്കുക? എണ്ണം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? എന്താ നിങ്ങളുടെ അഭിപ്രായം? കുറയുന്നു എന്ന് പറയുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ആരൊക്കെ കുറയുന്നു എന്ന് പറയുന്ന ആൾക്കാർ? ആരാ കുറയാന്ന് ഇപ്പൊ ഒരാൾ പറഞ്ഞു. കൂടുക എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കുറച്ച് പേര്. ഒരാൾ കുറയുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, നിങ്ങള് നല്ലൊരു ഓട്ടം ഓടിയെന്ന് വിചാരിച്ചു, നിങ്ങളുടെ കിതപ്പ് കൂടുക കുറയും. അതെല്ലാവർക്കും ഒരഭിപ്രായമല്ലേ? കിതപ്പ് എന്ത് ചെയ്യും? അതെല്ലാവർക്കും ഒരഭിപ്രായ അല്ലെ? ഇനി അതിലാർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാ? നല്ലൊരു ഓട്ടം ഓടി വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഉണ്ടാ ആരെങ്കിലും? അങ്ങനെയുള്ള ആൾക്കാർക്ക് ഹാർട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നല്ല ഒരു ഓട്ടം ഓടിയാൽ നമ്മൾ കിതയ്ക്കും. എന്താ കാരണം ചോദിച്ചാൽ, നമ്മൾ കിതയ്ക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ശ്വാസം അകത്തേക്ക് എടുക്കുക. ശ്വാസം അകത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ നമ്മൾ ഓടാൻ വേണ്ടി ഉപയോഗിച്ചു. അപ്പൊ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് അത്യാവശ്യമായിട്ട് ശരീരത്തിന് ഓക്സിജൻ വേണം. ഓക്സിജൻ എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ശ്വാസം പെട്ടെന്ന് അകത്തേക്ക് എടുക്കും. അതാണ് ഈ കിതപ്പ്. അപ്പൊ ശ്വാസം പെട്ടെന്ന് അകത്തേക്ക് പോകുമ്പോൾ ശ്വാസം പെട്ടെന്ന് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും, അതായത് ഹൃദയത്തിന്റെ വർക്കിംഗ് എന്ത് ചെയ്യും? കൂടും. അപ്പോ ഇനി ഒന്ന് പറഞ്ഞു നോക്കിയേ, പൾസ് റേറ്റ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? സംശയം അറിയില്ലേ? ഇല്ല എന്ന് പറഞ്ഞ ആളുടെ സംശയം അറിയില്ലേ? ഇല്ല എന്ന് പറഞ്ഞ ആളാരാ? ഇല്ല എന്ന് പറഞ്ഞ ആള് പോയി തോന്നുന്നു.
പോയാ? ഓക്കെ. അപ്പോ അതാണ് സംഭവിക്കുക അവിടെ. അപ്പൊ നമുക്ക് കൂടുതൽ ശക്തമായിട്ട് നമ്മളവിടെ എന്താണ് ശ്വാസം വലിക്കുന്ന പൾസ് റേറ്റ് കൂടും. ഇങ്ങനെ ഓടിക്കതച്ച് നമ്മൾ എക്സർസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നോക്കുക, ചെക്ക് ദ നമ്പർ ഓഫ് പൾസ് എ മിനിറ്റ് ആൻഡ് റെക്കോർഡ് ഇറ്റ് ആഫ്റ്റർ ഡൂയിങ് എക്സർസൈസ്. അത് പറഞ്ഞു നമ്മൾ. ഇനി അപ്പാർട്ട് ഫ്രം റിസ്റ്റ്, വാട്ട് ആർ അതർ പാർട്സ് ഓഫ് ബോഡി വേർ വി ക്യാൻ ഫീൽ ദിസ് പൾസ്? ഇനി എവിടെയൊക്കെ നമുക്ക് പൾസ് വേറെ കാണാൻ സാധിക്കുക? കൈത്തണ്ടയമ മാത്രമല്ല, കഴുത്ത്. എവിടെയാ? കഴുത്തിൽ ഉണ്ട് അല്ലെ? കഴുത്തിൽ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അറിയാം. പിന്നെ അതാ അവിടെ നെറ്റീമുണ്ട്. നെറ്റീമ കണ്ട? രണ്ടു വശത്ത് ഇങ്ങനെ പിടിച്ചു നോക്കി അറിയാം. ഒന്ന് പിടിച്ചു നോക്കിയേ. അതേപോലെ പിന്നെ നമ്മൾ കൈത്തണ്ട, അത് പറഞ്ഞു. പിന്നെ കാലിന്റെ തുടയുടെ ഭാഗത്ത്, മുട്ടിന്റെ മീതെയായിട്ട്, അവിടെയൊക്കെ വലിയ കുഴൽ വരുന്ന, വലിയ ബ്ലഡ് വരുന്ന കുഴൽ വരുന്ന ഭാഗങ്ങൾ, അതൊക്കെ അവിടെയൊക്കെ ഇത് പെട്ടെന്ന് അറിയാൻ പറ്റും. With the help of your teacher, check your own and your classmates' pulse rate and record it. Compare the pulse rate and heartbeat rate with the help of stethoscope and identify. ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത്, about 70 ml of blood is pumped into arteries every time heart contract. അതൊന്ന് പഠിക്കാം. ഓരോ തവണയും ബ്ലഡ് പമ്പ് ചെയ്യുന്ന, ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡിന്റെ അളവ് എത്രയാ? 70 ml ആണ്. The pressure exerted by this exercise blood on walls of arteries is systolic pressure. അപ്പൊ ആ സമയത്ത് ഉണ്ടാകുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റോളിക്. This is 120 mm Hg. When the heart dilates fully, the same quantity of blood enters the heart. A low pressure felt. അപ്പോൾ ഇതേപോലെ നോക്കുക, ഹാർട്ട് ഡയലൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വികസിക്കുക. അപ്പോൾ ഇത് ഹാർട്ടിലേക്കാണ് വരിക. ഇപ്പൊ ഡയസ്റ്റോളിക് പ്രഷറായി. ദിസ് ഈസ് 80 mm Hg. അത് എത്രയാകുന്നു? 80 ആകുന്നു, 80 mg. അപ്പോൾ the blood pressure of an individual is stated in terms of these two pressure. Sphygmomanometer is instrument. അതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താ? ഇനി അത് കൂടാതെ സ്ഫിഗ്മോമാനോമീറ്റർ എന്ന് പറയുന്ന സാധനത്തെ ഇതാണ് കേട്ടാ. ഈ സാധനം, ഈ കുറ്റി പോലുള്ള സാധനം. അതിന്റെ അടുത്ത് അതേസമയം അതിന് തന്നെ ഇപ്പൊ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതാണ്. ഇപ്പൊ ആശുപത്രിയിലൊക്കെ പോയ ഇതാണ് കാണുക, ഡിജിറ്റൽ. എന്നിട്ട് സാധനം ഡിജിറ്റൽ BP അപ്പാരറ്റസ്, ഓൾസോ അവൈലബിൾ nowadays. ഇനി വിസിറ്റ് നിയർ ബൈ laboratory or health center. Seek the help of expert and get trained measures blood pressure using these two instruments. ഇനി variation in blood pressure. You might have understood that the desired rate of blood pressure 120/80 mm Hg എന്ന് വെച്ചാൽ ഇതിന്റെ ഇടയിലാവണം. ഇതിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിലല്ല, മാക്സിമം 120, ലോവർ എത്രയാ? 80. In which the blood pressure increases above the normal rate is disease condition called hypertension. അപ്പോ 120-നേക്കാട്ടും കൂടിയാൽ എന്നാ പറയാ? ഹൈപ്പർ ടെൻഷൻ. ആ അവസ്ഥേനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പർ ടെൻഷൻ. മലയാളത്തിൽ പറയാ എന്തെന്നാ? അതിരക്തസമ്മർദ്ദം. അതിരക്തസമ്മർദ്ദം എന്നാ പറയാ നമ്മള്? അതിരക്തസമ്മർദ്ദം. This happens due to many reasons. Unhealthy habits. അപ്പൊ അതിരക്തസമ്മർദ്ദം പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. യൂസ് ഓഫ് സോൾട്ട്, ഫാറ്റ്, സ്മോക്കിംഗ്, ലാക്ക് ഓഫ് എക്സർസൈസ്, ഇതൊക്കെ അതിസമ്മർദ്ദത്തിന് കാരണമാകാം. Often lead to high blood pressure. ഇനി condition in which blood pressure rate goes below the prescribed rate is called hypotension. കുറഞ്ഞാലും അസുഖം തന്നെയാ. അതിന്റെ പേരെന്താ? കുറഞ്ഞാലുണ്ടാകുന്ന അസുഖത്തിന് നമ്മൾ വിളിക്കുക ഹൈപ്പോടെൻഷൻ. കൂടിയാലുള്ളതിനെ ഹൈപ്പർ ടെൻഷൻ. കുറഞ്ഞാലോ? കുറഞ്ഞാൽ ഹൈപ്പോടെൻഷൻ. മനസ്സിലായ? ഹൈപ്പോടെൻഷന് മലയാളം ഇല്ലാട്ടാ, ഹൈപ്പോടെൻഷൻ. അപ്പൊ ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പോടെൻഷൻ തന്നെ പിടിക്കുക മലയാളികൾ. അതിരക്തസമ്മർദ്ദം ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടാ. ഹൈപ്പറും ഹൈപ്പോയും. ഈ ഹൈപ്പറും ഹൈപ്പോയും ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരു പക്ഷേ ബ്ലഡ് ഇപ്പൊ ഹൈപ്പോടെൻഷനാന്ന് വിചാരിച്ചോ, എന്താ സംഭവിക്കാന്നറിയോ? ബ്ലഡ് ഇങ്ങനെ ഹൃദയം കൂടെ അമർത്തിയിട്ട് ഈ രക്തക്കുഴലിന്റെ ഉള്ളില്
കൊഴുപ്പൊക്കെ വന്നിട്ട് ഇങ്ങനെ അടിഞ്ഞു കിടക്കുക, രക്തക്കുഴലിന്റെ ഓട്ടയൊക്കെ ചെറുതായിട്ട് കിടക്കുക. ആ സമയത്ത് ഹൃദയം അങ്ങോട്ട് അമർത്തിയിട്ട് ബലമായിട്ട് ബ്ലഡ് അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ പറഞ്ഞു ഈ രക്തക്കുഴൽ എന്ന് പറഞ്ഞ ഒരു റബ്ബർ ട്യൂബ് പോലെയാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിലൂടെ തടസ്സം വന്നാൽ എന്താ സംഭവിക്കുക? നിങ്ങളുടെ സൈക്കിളിൽ കൂടുതൽ എയർ അടിച്ചാൽ എന്താ സംഭവിക്കുക? അത് പൊട്ടും. അതന്നെ പിടി സംഭവിക്കും. പൊട്ടും. ഇത് പൊട്ടുന്നത് നമ്മുടെ തലച്ചോറിലെ ബ്ലഡ് കുഴലൊക്കെയാന്ന് വിചാരിച്ചോ. പൊട്ടുന്നത് സാധാരണ അവിടെയൊക്കെ പൊട്ടുമ്പോ എന്താ സംഭവിക്കാന്നറിയോ? പിന്നെ അയാൾ ഒരൊറ്റ കിടപ്പ ജീവിതകാലം മുഴുവനും. കാറ്റ് പോയില്ല. കാറ്റ് പോവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇയാൾ ഒറ്റ കിടക്കും. ഇയാൾക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. അങ്ങനെ കിടക്കുമ്പോ അതിനെ പറയും പക്ഷാഘാതം, സ്ട്രോക്ക് എന്നാ പറയുന്നത്. എന്താണ് പക്ഷാഘാതം, സ്ട്രോക്ക്? കടാ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ചില ആൾക്കാർക്ക് ചിലപ്പോ തലച്ചോറിലല്ല പൊട്ടുക, ഹൃദയത്തിന്റെ സമീപത്ത് വെച്ചിട്ട് തന്നെ പൊട്ടും. മനസ്സിലായ? ഹൃദയത്തിന്റെ സൈഡിലൊക്കെ ഉള്ള ചില കുഴലുകളൊക്കെ പൊട്ടും. അപ്പൊ അതോട് കൂടിയിട്ട് അപ്പൊ ശരിക്കും കാറ്റ് പോകും. അതാണ് ശരിക്കും. ഹൃദയം നിന്നാലാണ് കാറ്റ് പോയി എന്ന് പറയാൻ പറ്റും. മറ്റാൾക്ക് ഹൃദയം നിൽക്കില്ല എപ്പോഴും. ഹൃദയം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ തലച്ചോറിൽ ഒരു കുഴൽ മാത്രമേ പൊട്ടുള്ളൂ. അപ്പോ തലച്ചോറിലെങ്കിലും നമുക്ക് ജീവിക്കാം. എന്താ ജീവിച്ചൂടെ? എത്രയോ ആൾക്കാർ ജീവിക്കണു തലച്ചോറ് പ്രവർത്തിപ്പിക്കാതെ വെറുതെ മൊബൈലിൽ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ? നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ട്. ഉണ്ടാ? ഭാഗ്യം. ഞാൻ പറയണതൊക്കെ കേൾക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിക്കണത്. ചില ആൾക്കാർ സമ്മതിച്ചിട്ടുണ്ട്. കണ്ടാ, മിണ്ടാത്ത ആൾക്കാരൊക്കെ സമ്മതിച്ചു. അതെ, നമ്മുടെ ക്ലാസ്സിലുണ്ട്. അപ്പോ ഇവിടെ അതാണ് പറയണത്. ചില ആൾക്കാർക്ക് ഹൃദയത്തിന്റെ സമീപ പ്രദേശത്തുള്ള കുഴൽ തന്നെ പൊട്ടും. അപ്പൊ അതിനെ പറയാം ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും. ഹൃദയം പൊട്ടി മരിച്ചു എന്നൊക്കെ പറയണത് കേട്ടില്ലേ? ഹൃദയത്തിന് പറ്റാണ്ടേ. അതാണ്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോ രക്തത്തിൽ നിന്ന്, അപ്പോ ഇത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത കാര്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടാ. എത്ര? 11:53 നമ്മുടെ 8ാം ക്ലാസ്സുകാർക്ക് ഒരു പരീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കാം. അപ്പോ നോക്കൂ, ഞാനിവിടെ നിങ്ങളോട് മുൻപ് പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ പാഠത്തിലൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങളെല്ലാം നമ്മുടെ ശരീരം സ്വീകരിക്കുന്നു. ശരീരം എന്ന് പറഞ്ഞാൽ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ഓരോ കോശങ്ങളും അത് സ്വീകരിക്കുന്നു. ഓരോ കോശങ്ങളിലേക്കും അത് എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? ബ്ലഡ് ആണ് എത്തിച്ചോ. ബ്ലഡിന് ഇത് എവിടുന്നാ കിട്ടണത്? ബ്ലഡിന് ഇത് കിട്ടുന്നത് എവിടെ നിന്നാണ്? ബ്ലഡിന് ഇത് കിട്ടുന്നത് എവിടെ നിന്ന്? അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നേ. ഞാൻ പറയണ അതിന് വീണ്ടും എന്നാ പിന്നെ നിങ്ങൾ പറയും സ്റ്റൊമാക്ക് എന്നാ നേരിട്ടിട്ടാണോ? എന്റെ ദൈവം, ഞാൻ തോറ്റു. നിങ്ങൾ തന്നെ ജയിച്ചു. സ്റ്റൊമാക്കുന്നേ. ഇപ്പൊ ഞാൻ പഠിപ്പിച്ചതിനൊക്കെ ഇപ്പൊ എന്താ കാര്യം ഉണ്ടായി? സ്റ്റൊമാക്കും കഴിഞ്ഞ് ഒരു വളവും കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയ കുഴലുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ. വല്ല ഓർമ്മയുണ്ടാ? എന്തുട്ടാ കുഴലിന്റെ പേര്? 5-6 മീറ്റർ നീളമുള്ള ഒരു കുഴല്, ഒരു കുഞ്ഞ കുഴല്. അതിന്റെ പേരെന്താ? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അതിന്റെ ഉള്ളിൽ വിരല് പോലെ എന്താ ഉയർന്നു നിൽക്കുന്ന ചില ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ പേരെന്താ? വില്ലസിന്റെ ഉള്ളിലൊക്കെ രക്തക്കുഴലുകൾ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ. എന്താ? രക്തക്കുഴലുകൾ. ആ രക്തക്കുഴലുകളിലേക്കാണ് ഭക്ഷണത്തിൽ നിന്ന് ബ്ലഡ് കാപ്പിലറീസ്. വെരി ഗുഡ്. അതന്നെ, ഈ ബ്ലഡ് കാപ്പിലറീസിലേക്കാണ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഉള്ള പോഷകങ്ങൾ. ഏതൊക്കെയാ പോഷകങ്ങൾ അതെന്ന് പറഞ്ഞു നോക്കിയേ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്. ഇതല്ലേ പറഞ്ഞു നമ്മളന്ന്? ഇതാണ്. എങ്ങനെയാണ് നമ്മൾ ചിത്രം? ശരിയല്ലേ?
രക്തക്കുഴൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് പോയി. അപ്പൊ രക്തക്കുഴൽ ഇങ്ങനെ പോകുമ്പോ കേട്ടാ ഇങ്ങനെ ഇങ്ങനെ കാട്ടിയിട്ട് കേട്ടാ ഈ വരുന്ന കുഴലിനെ നമ്മൾ പറയും ധമനി, പോകുന്ന കുഴലിനെ സിര അല്ലെ, വരുന്നത് നമ്മൾ പറയും ധമനി, വെയിൻ അല്ല ആർട്ടറി, പോകുന്നതിനെ നമ്മൾ വെയിൻ എന്ന് പറയും. അപ്പൊ ഇതിലേക്കാണ് ഇത് വരണത് എന്ന് പറഞ്ഞു. ഇനിയോ ഇതിന്റെ ഇടയിൽ കൂടെ വേറൊരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ അത്? ഏതാ? ബ്ലഡ് കാപ്പിലറിയാ. ബ്ലഡ് കാപ്പിലറിയാ ഇതിന്റെ ഇടയിലുള്ളത്. ബ്ലഡ് കാപ്പിലറിയാണ് ഇതാ ഇത്, ഈ ചെറിയ ചെറിയ കുഴലുകൾ കണ്ടാ. അതിന്റെ ഇടയിൽ കൂടെ ഒരു ബ്രാഞ്ച് പോലെ ഒരു സാധനം പോകണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ പേര് പറയൂ. ലാക്റ്റിയൽ. ഓർമ്മ ഉണ്ടാ? ആർക്കും ഓർമ്മ അല്ലേ? ചില കാര്യങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോ എല്ലാവരും കേൾക്കില്ല. അതിപ്പോ കുറച്ച് നാളായിട്ട് അങ്ങനെ ഒരു സൂക്കട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ചില കാര്യങ്ങൾ ചോദിച്ചാൽ ഉടനടി റേഞ്ച് പോയി, കേൾക്കാല്ല, കട്ടായി മാഷേ. ഇതൊക്കെയാണ് അംഗം. നോക്ക്, അപ്പോ ഇങ്ങനൊരു സാധനം വേറൊരു കുഴലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ ലാക്റ്റിയൽസ് എന്ന് പറയും നമ്മൾ. ലാക്റ്റിയൽസ്. ലാക്റ്റിയൽസ്. ഓക്കെ. അപ്പോ ഈ ലാക്റ്റിയൽ എന്ന് പറയുന്ന സാധനത്തിലേക്ക് എന്തൊക്കെ രണ്ട് സാധനങ്ങൾ കയറുന്നു എന്ന് പറഞ്ഞു. ഏതൊക്കെയാ രണ്ട് സാധനങ്ങൾ? ഗ്ലിസറോൾ. അങ്ങനെ പോകുന്ന ഈ കുഴൽ, അതായത് ഈ രക്തം കുഴൽ പോകുന്ന വഴിക്ക് എല്ലാ സെല്ലുകൾക്കടുത്തും ചെല്ലും. സെല്ലുകൾ ഞാൻ അന്നത് വരച്ച് കാണിച്ചു തന്നുണ്ട്. സെല്ലുകൾ ഇങ്ങനെ എന്താ നമ്മൾ പറയാ, റസ്കിൽ മുക്കിയ അല്ലെ, ചായയിൽ മുക്കിയ റസ്ക് പോലെ ഇങ്ങനെ സെല്ലുകൾ ഇങ്ങനെ കിടക്കുക ശരീരത്തിൽ. എന്തിലാ കിടക്കണത്? ചായയിൽ ഇങ്ങനെ മുങ്ങി കിടക്കുന്നത് പോലെ. ചായയിൽ റസ്ക് മുങ്ങി കിടന്ന എങ്ങനെ ഉണ്ടാവും? കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ചായയിൽ മുക്കിയിട്ട് റസ്ക് കഴിച്ചിട്ടുണ്ടോ? പാലിൽ മുക്കിയിട്ട് ഉദരും. എന്താ അത് പറയുമ്പോഴേക്കും ഉഷാറ്. അതൊക്കെ ചോദിച്ചാ പെട്ടമണി മണി പോലെ ആൻസർ പറയും അല്ലേ? പാഠബുക്കിലൊന്നും ചോദിക്കരുത്. ഇതിന്റെ ഒക്കെ ചുറ്റിലൂടെ രക്തക്കുഴലുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോകുന്ന രക്തക്കുഴലുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാപ്പിലറീസ് എന്ന് വിളിക്കുന്നത് നമ്മള്. കാപ്പിലറീസ് കേട്ടാ. എന്ന് വിളിക്കുന്നത് നമ്മള് കാപ്പിലറീസ്. കാപ്പിലറീസ് കേട്ടാ. ഈ കാപ്പിലറീസ് ശ്രദ്ധിക്കുക. ഈ കാപ്പിലറീസ് ഇങ്ങനെ ചേർന്നിട്ട് ഇങ്ങനെ അവസാനം എന്താവും? ഒന്നായിട്ട് ഒരു കുഴലായിട്ട് ഇങ്ങനെ മാറും. ആ കുഴലാണ് വെയിൻ അഥവാ സിര. അപ്പൊ ഇപ്പുറത്ത് വീണ്ടും ആർട്ടറി, അപ്പുറത്ത് എന്താ? വെയിൻ. ഇവിടെ ധമനി, അപ്പുറത്ത് എന്താ? സിര. ഇതിന്റെ ഇടയിൽ ചെറിയ കുഴലുകളായിട്ട് മാറുന്നതാണ് ഇത് കാപ്പിലറി. ഒരു മിനിറ്റ് കേട്ടോ മാഷെ. 8ാം ക്ലാസ്സിലേക്ക് ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ട്, രക്തം ഈ കുഴലുകളിലൂടെ ഇങ്ങനെ ഒഴുകുമ്പോൾ രക്തത്തിലുള്ള എന്താ ഈ പോഷകഘടകങ്ങൾ എന്ന് പറയുമ്പോ അതില് ആരൊക്കെ പെടും? ഓക്സിജൻ അടക്കണ്ട. ഏതൊക്കെ പെടും? ഓക്സിജൻ അടക്കം. ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ഫെറാക്ടോസ്, അപ്പോ ഓക്സിജനും ഇത് അമിനോ ആസിഡും. ശ്രദ്ധിക്കുക. അങ്ങനെ ഇതെല്ലാം രക്തത്തിൽ കലർന്നിട്ട് ഇതെല്ലാം ശ്രദ്ധിക്കുക, ഇതെല്ലാം നോക്കുക, ഇതെല്ലാം ഇവിടെ നിന്ന് ഈ കുഴലിലൂടെ ഇങ്ങനെ ഒഴുകുമ്പോൾ, ഈ ചെറിയ കുഴലിലൂടെ ഒഴുകുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ കാപ്പിലറീസ് എന്ന് പറയുന്നത് ഒരു വരി കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ഒറ്റവരി കോശം അല്ലെ? ഒറ്റവരി കോശം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മുട്ടത്തൊണ്ട് പൊളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പാട പോലെ. അപ്പൊ അതിൻ്റെ ഉള്ളിലൂടെ അതിങ്ങനെ സ്ക്യൂസ് ചെയ്യും. സ്ക്യൂസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇതിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കണ്ട ഇങ്ങനെ ഒഴുകും. അത് ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള ഒരു ലിക്വിഡാണ് വരിക. ചുവപ്പ് നിറം ഉണ്ടാവില്ല. അതിന് രക്തത്തിൽ നിന്ന് വരുന്നതാണ്.
ആ ദ്രാവകത്തിലാണ് ഈ സെല്ലുകളെല്ലാം ഇങ്ങനെ മുങ്ങിക്കിടക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സെല്ലുകൾ ചായയില് റസ്ക് മുങ്ങിക്കിടക്കുന്നത് പോലെ മുങ്ങിക്കിടക്കണം. അത് ഏതാ ചായ അല്ല, അത് ഇവിടെ ചായ അല്ല, പിന്നെയോ ബ്ലഡിൽ നിന്ന് വരുന്ന ആ ഫ്ലൂയിഡ്. ബ്ലഡ് അല്ല, ബ്ലഡിൽ നിന്ന് വരുന്ന ബ്ലഡ് മുഴുവനും വരില്ല, ബ്ലഡിൽ നിന്ന് ഒരു ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ദ്രാവകം എങ്ങനെ സ്ക്യൂസ് ചെയ്യും. ബ്ലഡിൽ നിന്ന് ഇതെല്ലാം അടങ്ങിയിട്ടുള്ളൊരു ദ്രാവകം, ടിഷ്യൂ ഫ്ലൂയിഡ് എന്നാണ് അതിന്റെ പേര്. അതിന്റെ പേരെന്താകുന്നു? എന്താ അതിന്റെ പേര്? ടിഷ്യൂ ഫ്ലൂയിഡ്. കേട്ടാ, എന്താ അതിന്റെ പേര്? ടിഷ്യൂ ഫ്ലൂയിഡ്. അതാണ് ഇതില് ടിഷ്യൂ ഫ്ലൂയിഡ്. അങ്ങനെ ആ ടിഷ്യൂ ഫ്ലൂയിഡിൽ അപ്പൊ എന്തൊക്കെ ഉണ്ടാവും പറയൂ? അമിനോ ആസിഡ്, പിന്നെയോ ഒരു സാധനം പറഞ്ഞില്ലല്ലോ, കഴിഞ്ഞിട്ടില്ല, പിന്നീണ്ട്, പറയൂ. ഓക്സിജൻ പറഞ്ഞ? ഓക്സിജൻ. ഓക്സിജൻ പറഞ്ഞു. എന്നാൽ അത് മാത്രല്ല, കോശങ്ങൾക്ക് ഇത് മാത്രം പോരാ. കോശങ്ങൾക്ക് നമ്മള് മറ്റേ എന്താണ് ഗ്ലിസറോളും ഫാറ്റി ആസിഡും വേണം. അപ്പൊ അതെവിടുന്ന കിട്ടുന്നത്? അതും ലാക്റ്റിയൽ. പക്ഷേ ശ്രദ്ധിക്കൂ, ആ ലാക്റ്റിയൽ ഇവിടുന്ന് കൊണ്ടുപോകും. ഇവിടുന്ന് കൊണ്ടുപോണത് ലാക്റ്റിയലാ. പക്ഷെ ഇവിടെ അത് കൊടുക്കുന്നത് ആരാണെന്ന് അറിയൂ? ഇവിടെ അത് കൊടുക്കുന്നത് ബ്ലഡ് തന്നെയാ. ഇവിടെ കൊടുക്കുന്നത് ബ്ലഡ് തന്നെയാ. അപ്പൊ ഇവിടുന്ന് കൊണ്ടുപോണത് ആരാ? ലാക്റ്റിയൽ. ഇവിടെ കൊടുക്കണത് ആരാ? ബ്ലഡ്. അപ്പൊ ബ്ലഡ്, ലാക്റ്റിയൽ കൊണ്ടുപോയ സാധനം ബ്ലഡിന് എങ്ങനെ കിട്ടി? നോക്കല്ലേ നമ്മള്, അല്ല, ഇവിടുന്ന് കൊണ്ടുപോയത് ലാക്റ്റിയലാ. പക്ഷെ അത് അവിടെ കൊണ്ടുപോയി കൊടുത്തത് ആരാ? ബ്ലഡ്. അപ്പൊ ലാക്റ്റിയൽ കൊണ്ടുപോയ സാധനം ബ്ലഡിന് എങ്ങനെ കിട്ടി എന്നാണ് ചോദ്യം. എങ്ങനെ കിട്ടി? ലാക്റ്റിയല്, ശ്രദ്ധിക്കുക, ലാക്റ്റിയല് ബ്ലഡുമായിട്ട് നമ്മുടെ ശരീരത്തിൽ, അതായത് നമ്മുടെ ഹാർട്ട് ഉണ്ടല്ലോ, ഹാർട്ട് ഞാനൊന്നുകൂടി വരയ്ക്കാട്ടാ. ഹാർട്ട് ഞാനൊന്നുകൂടി വരയ്ക്കാം. ഇതല്ലേ നമ്മുടെ ഹാർട്ട്. ഈ ഹാർട്ടില് ഇതാ ഈ കുഴലിന്റെ പേരെന്താ? ഈ ഭാഗത്ത് വരുന്ന കുഴൽ, ഇതിന്റെ പേരെന്താ? ശരിക്കും പറയ്, വെനക്കാവ അല്ലേ? വെനക്കാവ. അതായത് വെയിൻ വന്നിട്ട് ഇവിടെ വരുമ്പോ വലിയ ഒറ്റ വെയിനായിട്ട് മാറും. അതിന്റെ പേരെന്താ? അപ്പൊ ഈ വെനക്കാവ വരുന്നത് നമ്മൾ പഠിച്ചു. വെനക്കാവ വരുന്നത് എവിടെ നിന്നാ? ലിംഫ് അല്ല, എന്താ പറയാ, സോറി, എന്താ, കാപ്പിലറീസ് കൂടി ചേർന്നിട്ടാണ് വെനക്കാവയ്ക്ക് ഉണ്ടാവുന്നത്. വെയിൻ ഉണ്ടാവുന്നത് വെയിനുകൾ കൂടി ചേർന്ന് വെനക്കാവ ഉണ്ടാവുന്നു. ആ വെനക്കാവയിലേക്ക് ഒരു കുഴൽ കൂടി വന്നു ചേരുന്നുണ്ട്. ഏതാണത്ര ഈ കുഴൽ? ആ കുഴൽ ഇതാ ഈ കുഴലാണെന്നാ പറയുന്നത്. ഏത് കുഴൽ? ഏതാ കുഴൽ? ലാക്റ്റിയൽ. അപ്പൊ ലാക്റ്റിയലിന്റെ ഉള്ളിൽ പെടുന്ന ഈ സാധനം എവിടേക്ക് എത്തി? വെനക്കാവയിലേക്ക് എത്തി. വെനക്കാവയിൽ കൂടെ എന്തുകൊടുക്കുന്നത്? വെനക്കാവയെ കൂടെയാ. ശ്രദ്ധിച്ചു പറയൂ. ലാക്റ്റിയൽസിന്റെ ഉള്ളിൽ ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കുന്നതിനെക്കാട്ടി നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കൂ. നോക്കൂ, എന്താ ഇവിടെ ഇതിലേക്ക് വരുന്ന ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഇതിൽ നിറഞ്ഞിട്ട് ആ ദ്രാവകം, ശ്രദ്ധിക്കുക, ആ ദ്രാവകം വീണ്ടും വെനക്കാവയുടെ അടുത്ത് ചെന്നിട്ട് വെനക്കാവയിൽ ചെന്ന് ചേരുന്നു. വെനക്കാവയെ കൂടെ ഒഴുകുന്നത് എന്തുട്ടാ? ബ്ലഡ് അല്ലേ? ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് അല്ലേ ഇതിലൂടെ ഒഴുകുന്നത്? ആ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡിൽ ഇത് ചെന്ന് ചേരും. എന്നിട്ട് ഇത് ബ്ലഡ് ഹാർട്ടിന്റെ ഉള്ളിലേക്ക് കയറും. ഹാർട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടുന്ന് ലങ്സിലേക്ക് പോകും. ലങ്സിൽ പോയിട്ട് അവിടുന്ന് എന്ത് നിറയ്ക്കും? ഓക്സിജൻ നിറയ്ക്കും. എന്നിട്ട് വീണ്ടും ഹാർട്ടിലേക്ക് വരും. എന്നിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകും. അങ്ങനെ പോകുമ്പോൾ ആ ബ്ലഡ് ഓക്സിജനും പിന്നെ ഈ പറഞ്ഞ പോലെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഒക്കെ നിറഞ്ഞതായിരിക്കും. ആ ബ്ലഡ് റിച്ച് ബ്ലഡ് ആയിരിക്കും. അത്
മനസ്സിലായ? നമ്മൾ അതിനെ പറഞ്ഞില്ല, ഇവിടുന്ന് പോണതിന് പ്യുവർ ബ്ലഡ് എന്നല്ലേ പറഞ്ഞു. പ്യുവർ എന്നല്ല ശരിക്കും, അത് ശരിക്കും റിച്ച് ആണ്, അത് എല്ലാം ഉണ്ടാവും അതില്. ആ ബ്ലഡ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് പോകുമ്പോ ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടും. മനസ്സിലായ? പറഞ്ഞു മനസ്സിലായ? അങ്ങനെ പോകുന്ന ഈ ബ്ലഡ് ശരീരത്തിന്റെ എല്ലാ, അപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ യഥാർത്ഥത്തിൽ ഈ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്ന സാധനം നോക്കട്ടെ, ഒരു മിനിറ്റ്, ബ്ലഡിലേക്ക് എന്ത് ചേരുന്നു? ഗ്ലിസറോളും ഫാറ്റി ആസിഡും ഏതിലൂടെ ചേരണത്? ബ്ലഡിലേക്ക് ചേരുന്നുണ്ട്. ബ്ലഡിലേക്ക് അത് ചേരുന്ന ഇത് ആരാ കൊണ്ടുപോയി കൊടുക്കുന്നത്? ലാക്റ്റിയൽ അല്ലെ? ലാക്റ്റിയലിന്റെ ഉള്ളിലുള്ള ദ്രാവകത്തിനെ വിളിക്കുന്ന പേരെന്താ? ലിംഫ്. ഇതിന് പറയുന്ന പേരെന്താ? ലിംഫ് വീണ്ടും വന്ന് ഇതിൽ ചേരുന്നു. മനസ്സിലായ? അപ്പൊ ലിംഫ് വീണ്ടും വന്ന് ഇതിൽ ചേരുന്നു. അങ്ങനെ ലിംഫും കൂടി ചേർന്നിട്ടാണ് ഇത് എല്ലാ ഭാഗത്തേക്ക് എത്തുന്നത്. ഓക്കെ, അങ്ങനെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വേണ്ടതായിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ ഹൃദയം വഴി എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, അത് മനസ്സിലായി. ഇനി അപ്പോ ഈ ലിംഫ് എന്ന് പറയുന്നത് എന്താ? ഇനി അത് നോക്കാം നമുക്ക്. എന്താണ് ഈ ലിംഫ്? പറയട്ടെ ഞാൻ. അപ്പൊ ഇതുവരെ പറഞ്ഞ മനസ്സിലായ? ഇനി എന്താണ് ലിംഫ്? ലിംഫ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇവിടെ ബ്ലഡിൽ നിന്ന് ഒരു ദ്രാവകം സെല്ലുകൾക്കിടയിലേക്ക് ഊർന്നിറങ്ങുന്നു എന്ന് പറഞ്ഞു. ഈ ദ്രാവകത്തിൽ നിറയെ എന്തുണ്ട്? നിറയെ എന്തുണ്ട്? പോഷകങ്ങളും ഓക്സിജനും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അല്ലെ? ഇനി ഈ ഓക്സിജൻ കോശങ്ങൾ സ്വീകരിക്കും. എന്നിട്ട് ഓക്സിജൻ അത് സ്വീകരിച്ചിട്ട് പകരം കോശങ്ങളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അത് പുറന്തള്ളും. നമ്മൾ ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടാറില്ലേ? എവിടുന്നാണ് നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നതെന്ന് അറിയോ? കോശങ്ങൾ ഉണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സാധനം എന്താ? കുറെ സെല്ലുകൾ വെച്ചിട്ടാണ്. ഞാനും നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുട്ടാ? ഈ ശരീരത്തിനെ നമ്മൾ എന്ന് പറയുന്നു. അതെന്താ സാധനം? ആക്ച്വലി കുറെ സെല്ലുകൾ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചേർക്കുക, വീടുണ്ടാക്കിയ പോലെ. ആ സെല്ലുകൾ ഓരോന്നും പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഒരുമിച്ച് മൂക്കു കൂടെ വിടണം. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആർക്കാ കൊടുക്കുക? അവര്. അതായത് എങ്ങനെയാ സെല്ലിന്ന് മൂക്കിലേക്ക് ബ്ലഡിലേക്ക് തന്നെയാണ് വരിക. അപ്പൊ ബ്ലഡിലേക്ക് വരേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക്. അതായത് ഞാൻ ഇവിടെ കാണിക്കട്ടാ, ഇതിൽ നിന്ന് O2 ഇങ്ങോട്ട് പോവും. അപ്പൊ ഇതിൽ നിന്ന് CO2 അങ്ങോട്ടും പോവും. മനസ്സിലായ? അതായത് ഇവിടുന്ന് CO2 ബ്ലഡിലേക്ക് പോകുമ്പോ ബ്ലഡിൽ നിന്നോ O2 അങ്ങോട്ട് പോവും. കണ്ടാ? അപ്പോ CO2 ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ ഫ്ലൂയിഡിൽ കലരുകയാണ് ചെയ്യാറ്. ഓക്കെ. ഇനി മുഴുവൻ CO2 പക്ഷെ ബ്ലഡിലേക്ക് കയറില്ല. ചിലപ്പോ അതിനുള്ള സ്പേസ് ഉണ്ടാവില്ല. CO2 മാത്രല്ല കേട്ടോ, കുറെ മാലിന്യങ്ങൾ വേറെ ഉണ്ട്. യൂറിൻ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാറില്ലേ? ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മാലിന്യമാണ് അത് സാധനം. യൂറിയ പോലുള്ള സാധനം. അപ്പൊ അതൊക്കെ കോശങ്ങളിൽ നിന്നും ഉണ്ടാവുന്ന സാധനങ്ങളാണ്. അതൊക്കെ തിരിച്ച് ബ്ലഡിലേക്ക് കയറുന്നതിന് പകരം, അതായത് എല്ലാത്തിനും ബ്ലഡിലേക്ക് കയറാൻ പറ്റില്ല, കാരണം ബ്ലഡിൽ അത്രയ്ക്ക് സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ CO2 അതുപോലെ യൂറിയ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ മറ്റൊരു കുഴലിലൂടെ ഇതിന്റെ ഇടയിൽ ഒരു ബ്രാഞ്ച്, ഒരു കണ്ട ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ഒരു സാധനം, ഇതേപോലത്തെ സാധനം ഇതിന്റെ ഇടയിലുണ്ട് എന്നാ പറയണത്. ഏതിന്റെ ഇടയില്? സെല്ലുകളുടെ ഇടയിൽ ഈ കാപ്പിലറീസിന്റെ ഇടയിൽ കൂടെ കെട്ട് പണഞ്ഞിട്ട് വേറൊരു കുഴല് ഇതിന്റെ ഇടയിലുണ്ട് എന്നാ പറയണത്. മനസ്സിലായോ? ആ കുഴലിലേക്ക് അത് കേറും. ആ കുഴല് ശ്രദ്ധിക്കണ്ട. ആ കുഴല് ദേട്ടാ, ആ കുഴൽ എന്താ സംഭവം എന്നറിയോ?
ആ കുഴല് വരണത് നോക്കി എവിടേക്കാ പോണത്? ആ കുഴല് അത് ഏത് കുഴലപ്പോ എന്ന് പറഞ്ഞു? ലാക്റ്റിയൽ എന്ന് പറഞ്ഞാൽ ലിംഫ്. ഇതിന് പറയുന്ന പേര് ലിംഫ് വാഹി എന്നാണ് മലയാളത്തിൽ. ലിംഫ് വാഹി അഥവാ ലിംഫ് എന്ന് പറയും. കേൾക്കണ്ട? അപ്പോ ഇവിടെ നമ്മൾ കണ്ട അതേ സാധനം തന്നെയാണ് ഇവിടെ. കണ്ടാ? ഇത് ലിംഫ് ലാക്റ്റിയൽ എന്നല്ലേ നമ്മൾ പറഞ്ഞത്? അതേ ലാക്റ്റിയൽ തന്നെ ഇവിടെയുണ്ട്. അതായത് നമ്മുടെ സെല്ലുകൾക്കിടയിൽ കാപ്പിലറീസ് അങ്ങനെയും ഇങ്ങനെയും എല്ലാം കാപ്പിലറീസ് ഇങ്ങനെ സെല്ലുകൾക്കിടയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാപ്പിലറീസ് പോകുന്നതിന്റെ ഇടയിൽ കൂടെ മറ്റൊരു ചെറിയ കുഴലുകൾ കൂടി സെല്ലുകൾക്കിടയിലൂടെ പോകുന്നുണ്ട്. ഏതാണ് ആ കുഴലിൽ? ഏതാ? ലാക്റ്റിയൽ. ആ ലാക്റ്റിയൽ എന്ന് പറയുന്ന കുഴലിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം ടിഷ്യൂ ഫ്ലൂയിഡ് തന്നെയാണ്. എന്താണ് അത്? അപ്പൊ ടിഷ്യൂ ഫ്ലൂയിഡ് തന്നെയാണ് ലിംഫിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം. എങ്ങനെ? അപ്പോ ഒന്നും കൂടി ചോദിക്കാം. ലിംഫിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം ഏതാണ്? ലിംഫ്. എന്താണ് ആ ദ്രാവകത്തിന്റെ പേര്? ലിംഫ്. ലിംഫ്. അതായത് ഇതിനെ പറയാം ലിംഫ് വാഹി എന്ന് പറയാം. ലിംഫ് വാഹി. ഇതിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തിന്റെ പേരാണ് ലിംഫ്. കണ്ടാ? ഇതിന്റെ പേര് ലിംഫ് ലാക്റ്റിയൽ. ഇംഗ്ലീഷിൽ പറയാം ലിംഫ് ലാക്റ്റിയൽ എന്നാ പറയുന്നത്. ലിംഫ് ലാക്റ്റിയൽ. ഇതിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തിന് പറയുന്ന പേര് ലിംഫ്. അപ്പൊ എന്താണ് ലിംഫ് എന്ന് ചോദിച്ചാൽ ടിഷ്യൂ ഫ്ലൂയിഡ് തന്നെയാണ് ലിംഫ്. കേൾക്കണ്ട? ഒരു സാധനത്തിന് തന്നെ രണ്ട് പേരാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എന്താണ് രണ്ട് പേര്? ലിംഫ്. എപ്പോഴാണ് ടിഷ്യൂ ഫ്ലൂയിഡിന് ടിഷ്യൂ ഫ്ലൂയിഡ്? പക്ഷെ ഇത് രണ്ടുപേരും അപ്പൊ പിന്നെ രണ്ടുപേരിന്റെ ആവശ്യമുണ്ടോ? എപ്പോഴാ രണ്ടുപേര് വരണത്? അതായത് ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് എപ്പോഴാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്? സെല്ലുകൾക്കിടയിൽ നിറഞ്ഞു കിടക്കുമ്പോൾ അത് ടിഷ്യൂ ഫ്ലൂയിഡ്. സെല്ലിന്റെ ഉള്ളിൽ നിന്ന് ലിംഫ് ലാക്റ്റിയലിലേക്ക് അത് പ്രവേശിച്ചാൽ അതിന്റെ പേര് മാറി. അപ്പൊ അതിന്റെ പേരെന്തായി? ലിംഫ്. അതാണ് വ്യത്യാസം. ഒരേ സാധനം തന്നെ പാത്രം മാറുമ്പോൾ, സ്ഥലം മാറുമ്പോൾ അതിന്റെ പേരെന്ത് ചെയ്തു? മാറും. സെല്ലുകൾക്കിടയിൽ അതിങ്ങനെ നിറഞ്ഞു കിടക്കുമ്പോൾ അതിന്റെ പേര് ടിഷ്യൂ ഫ്ലൂയിഡ്. എന്നാൽ അത് സെല്ലിൽ നിന്ന് മാറിയിട്ട് ഒഴുകുന്ന ഒരു പ്രത്യേക കുഴലിലേക്ക് മാറുമ്പോൾ എന്താ അതിന്റെ പേര്? ലിംഫ്. മനസ്സിലായോ പറഞ്ഞത്? ലിംഫ്. അപ്പോ നമ്മൾ ടിഷ്യൂ ഫ്ലൂയിഡ് എവിടെ നിന്നുണ്ടായി യഥാർത്ഥത്തിൽ? അല്ലെങ്കിൽ പോട്ടെ, ലിംഫ് എവിടെ നിന്നുണ്ടായി? എന്താണ് ലിംഫ്? അതായത് ഒന്നുകൂടി പറയാം മാഷ്. ലിംഫ് എവിടെ നിന്നുണ്ടായി? അല്ലെങ്കിൽ എന്താണ് ലിംഫ്? ലിംഫ് എന്ന് പറയുന്നത് ടിഷ്യൂ ഫ്ലൂയിഡ് തന്നെയാണ്. ടിഷ്യൂ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ലിംഫ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ടിഷ്യൂ ഫ്ലൂയിഡ് സെല്ലുകൾക്കിടയിലാവുമ്പോൾ ടിഷ്യൂ ഫ്ലൂയിഡിനെ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നു. അത് ലിംഫ് വാഹി അഥവാ ലിംഫ് വെസൽ അഥവാ ലിംഫ് ഡക്റ്റ്, അതിലേക്ക് അത് വരുമ്പോൾ അതിന്റെ പേരെന്തായി മാറി? ലിംഫ്. ഇനി ടിഷ്യൂ ഫ്ലൂയിഡ് എവിടുന്നാ വരണത്? ടിഷ്യൂ ഫ്ലൂയിഡ് എവിടുന്നാ വരണത്? ഞാൻ അവിടെ നിന്നാണ് തുടങ്ങിയത്. ടിഷ്യൂ ഫ്ലൂയിഡ് വരുന്നത് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട്. ഈ ചിത്രം വരയ്ക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ചിത്രം നമ്മുടെ കോശങ്ങൾക്കിടയിലൂടെ ചെറിയ കുഴലുകളായിട്ട് രക്തക്കുഴലുകൾ ഇങ്ങനെ പരിണമിക്കുന്നു, വളരെ ചെറുതായിട്ട്. ആ രക്തക്കുഴലുകൾ കാപ്പിലറീസ് ആയിട്ട് മാറുന്നു. ആ കാപ്പിലറീസിൽ നിന്ന് രക്തത്തിൽ നിന്നൊരു മഞ്ഞ ദ്രാവകം ഇങ്ങനെ ഊർന്നിറങ്ങുന്നു. ആ ഊർന്നിറങ്ങുന്ന മഞ്ഞ ദ്രാവകത്തിലാണ് നമ്മുടെ സെല്ലുകൾ ഇങ്ങനെ കിടക്കുന്നത്, മുങ്ങിക്കിടക്കുന്നത് അല്ലേ?
ആ മഞ്ഞ ദ്രാവകത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? അപ്പോ ടിഷ്യൂ ഫ്ലൂയിഡ് യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ് വരുന്നത്? ബ്ലഡിൽ നിന്ന്. എന്നിട്ട് ആ ടിഷ്യൂ ഫ്ലൂയിഡ് സെല്ലുകൾക്കിടയിലേക്ക് പോകുന്നു. സെല്ലുകൾക്കിടയിൽ നിന്ന് അത് എവിടേക്ക് പോകുന്നു? അപ്പൊ അതിന്റെ പേരിനൊരു മാറ്റം വരുന്നു. എന്താണ് അതിന്റെ പേര്? ലിംഫ്. വീണ്ടും ഈ ലിംഫ് എവിടെ വന്ന് ചേരുന്നു? ബ്ലഡിലേക്ക് വന്നു. കണ്ടാ? അപ്പൊ അത് ഇതിങ്ങനെ കടന്ന് ഇങ്ങനെ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. കണ്ടാ? അപ്പൊ ശരീരത്തിന്റെ അകത്ത് ഒഴുകുന്ന എല്ലാ ദ്രാവകങ്ങളും ഏറെക്കുറെ ഒന്നെന്നെയാണ് എന്ന് മനസ്സിലായില്ലേ? ഇതൊക്കെ ബ്ലഡിൽ നിന്ന് പോകുന്നു, വീണ്ടും ബ്ലഡിലേക്ക് വരുന്നു, മാലിന്യങ്ങൾ പുറത്തേക്ക് പോകുന്നു, നല്ലത് മാത്രം ബ്ലഡ് കൊണ്ട് നടക്കുന്നു, ബാക്കിയുള്ളത് ചീത്തകളൊക്കെ ബ്ലഡ് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വിടുന്നു. അല്ലേ? ശരിയല്ലേ? അപ്പൊ ബ്ലഡിൽ നിന്ന് എന്തുണ്ടാകുന്നു? ടിഷ്യൂ ഫ്ലൂയിഡ് ഉണ്ടാകുന്നു. ടിഷ്യൂ ഫ്ലൂയിഡ് ലിംഫ് ആകുന്നു. ലിംഫ് വീണ്ടും ഒഴുകിയിട്ട് എന്ത് ചെയ്യുന്നു? ബ്ലഡിലെ തന്നെ ചേരുന്നു. ഈ ബ്ലഡ് ഇങ്ങനെ ശരീരത്തിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കറങ്ങുമ്പോ എവിടേക്കൊക്കെ പോകേണ്ടത്? ലങ്സിലേക്ക് പോകുന്നു, ഹാർട്ടിലേക്ക് പോകുന്നു, എല്ലാ ഭാഗത്തേക്കും പോകുന്നു. അതിന്റെ ഇടയിൽ എന്തൊക്കെ ചെയ്യുന്നു? എല്ലാവർക്കും വേണ്ട സാധനങ്ങൾ കൊടുക്കുന്നു. അതിന്റെ ഇടയിൽ പേര് മാറുന്നു പറഞ്ഞാൽ നമ്മളാണ് ഈ പേരൊക്കെ ഇടണത്. മനസ്സിലായ? ഇതിങ്ങനെ നമ്മൾ ജനിച്ചിട്ട് മരിക്കുന്നത് വരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക തുടർച്ചയായിട്ട്. നമ്മൾ അതിനെ പറയും രക്തപര്യനം എന്നാണ് നമ്മൾ അതിനെ പറയും. എന്താ പറയാ നമ്മളതിന്? ബ്ലഡ് സർക്കുലേഷൻ. അതായത് ഈ സംവിധാനത്തിന് നമ്മൾ പറയുന്ന പേര് സർക്കുലേറ്ററി സിസ്റ്റം എന്നാ പറയാ നമ്മള്? സിസ്റ്റം. ആ സിസ്റ്റം നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഇങ്ങനെ തുടങ്ങാതെ അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഈ ഭാഗം കൂടി പറഞ്ഞിട്ട് നമുക്കാണ്ട് അവസാനിപ്പിക്കാം. നോക്കൂ ഒരു മിനിറ്റ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ മറ്റൊരു സെറ്റിങ്സ് ഒന്ന് മാറ്റി. അവർക്ക് 5 മിനിറ്റ്. Analyze the illustration 3.5 and the description given below and write your inference in the science diary. അത് നിങ്ങൾ ചെയ്താൽ മതി. നോക്കൂ, ഇതാ മാഷ് ഇവിടെ ബോർഡുമ വരച്ച സാധനം ഇവിടെ അവർ ഇത്തിരി കൂടി ഭംഗിയിൽ വരച്ചിട്ടുണ്ട്. കണ്ടോ? തുടങ്ങും ബ്ലഡ് ഒഴുകി വരുന്നത് ആർട്ട്, എന്നിട്ട് അത് പിരിഞ്ഞു പോകുമ്പോൾ കാപ്പിലറി, പിന്നെ അത് വീണ്ടും ജോയിൻ ചെയ്യുമ്പോൾ വെയിൻ. കണ്ടാ? അതിന്റെ ഇടയിൽ വെളുത്ത ഓരോ ചതുരക്കട്ടകൾ കണ്ടാ? വെളുത്ത ഓരോ ചതുരക്കട്ടകളാണ് സെല്ലുകൾ. ആ സെല്ലുകൾക്കിടയിൽ നീല നിറത്തിൽ ഇറങ്ങി നിൽക്കുന്നതാണ് ഏത്? ടിഷ്യൂ ഫ്ലൂയിഡ്. അതിന്റെ ഇടയിൽ ഒരു ചുവപ്പ് അല്ലെ മരത്തിന്റെ കൊമ്പ് പോലെ ഒരു സാധനം കണ്ട? അതാണ് ലിംഫ് ഡക്റ്റ്. മനസ്സിലായ? ഇപ്പൊ പറഞ്ഞൊക്കെ മനസ്സിലായ? ഇനി അതിന്റെ പ്രവർത്തനം എന്താ? താഴത്ത് കാട്ടിയിട്ടുണ്ട്. ഒരു നീല കള്ളി വരച്ചിട്ട് അത് താഴത്തേക്ക് വലുതാക്കിയിട്ടുണ്ട്. കണ്ട? താഴത്തുനിന്ന് പിടിക്കുക. ഈ ചുവന്ന ഈ വര കണ്ട? ട്യൂബ് കണ്ട? ബ്ലഡ് ഒഴുകുകയാണ് കേട്ടാ. ബ്ലഡ് ഒഴുകുമ്പോൾ അതിൽ നിന്ന് മുകളിലേക്ക് കണ്ട എയറോസ് പോണു. ആ മുകളിലേക്ക് പോകുന്ന എയറോബ്സ് എന്തൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഓക്സിജൻ, ഇതൊക്കെയാണ് പോണത്. അതെവിടേക്കാ പോണത്? സെല്ലുകൾക്കിടയിലുള്ള സ്ഥലത്തേക്കാണ് പോണത്. എവിടേക്കാ പോണത്? സെല്ലുകൾക്കിടയിലുള്ള സ്പേസിലേക്ക്. ആ സ്പേസിന് വിളിക്കുന്ന പേര് കണ്ട? ഇന്റർ സെല്ലുലാർ സ്പേസ് എന്നാണ്. ആ സ്പേസിന്റെ പേരെന്താ? കോശാന്തര സ്ഥലം. മലയാളത്തിൽ അതിനെ വിളിക്കുന്ന പേര് കോശാന്തര സ്ഥലം. അടുത്ത ദിവസം ഞാൻ ചോദിക്കൂട്ടാ, സെല്ലുകൾക്കിടയിലുള്ള സ്ഥലത്തിന് വിളിക്കുന്ന പേര് കോശാന്തര സ്ഥലം. അപ്പൊ കോശാന്തര സ്ഥലത്ത് ആ ദ്രാവകം രൂപത്തിലാണ് ഇതൊക്കെ ചെല്ലുക. ആ ദ്രാവകത്തിന് വിളിക്കുന്ന പേരാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. കണ്ട? ഈ ടിഷ്യൂ ഫ്ലൂയിഡ് കണ്ട? ഇവിടെയൊക്കെ നിറഞ്ഞിരിക്കുന്ന ടിഷ്യൂ ഫ്ലൂയിഡ്. അതെ, ഇവിടെയുണ്ട് ടിഷ്യൂ ഫ്ലൂയിഡ്. കണ്ട? ഇനി ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്ന് കണ്ട വേസ്റ്റും കാർബൺ ഡൈ ഓക്സൈഡും താഴത്തേക്ക് തിരിച്ചു വരുന്ന വേരോ കണ്ട? രക്തക്കുഴലിലേക്ക് തന്നെ വരും. എന്നാൽ മുഴുവൻ വേസ്റ്റും കാർബൺ ഡൈ ഓക്സൈഡും രക്തക്കുഴലിലേക്ക് വരാൻ പറ്റില്ല. അതിനുള്ള സ്ഥലം രക്തക്കുഴലിൽ ഉണ്ടാവില്ല. അപ്പൊ കുറച്ചൊക്കെ ഇതിലേക്ക് തന്നെ പോവും, ലിംഫ് കാപ്പിലറിയിലേക്ക് പോവും. എന്തിലേക്ക് പോവും? അപ്പൊ ലിംഫ് കാപ്പിലറി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ലിംഫ് ലാക്റ്റിയലിനെയാണ്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചില്ലേ? അതിന്റെ പേര് ശരിക്കും എന്താ? ലിംഫ് ലിംഫ് ഒഴുകുന്ന
ഏറ്റവും ചെറിയ കുഴലിനെ വിളിക്കുന്ന പേരാണ് ലിംഫ് ലാക്റ്റിയൽ. കേട്ടോ, അതിനും കാട്ടിയും വണ്ണം, പിന്നെ അത് ചേർന്നിട്ട് ഇത്തിരി കൂടി വലിയ കുഴലിലേക്ക് ചെല്ലും. അപ്പൊ അതിനെന്താ വിളിക്കുക? അപ്പൊ ലിംഫ് ഡക്റ്റ്. മനസ്സിലായ? അപ്പൊ എന്താ വിളിക്കുക? കണ്ട, ലിംഫ് ഡക്റ്റ് കണ്ട, അത് വണ്ണം കൂടിയപ്പോ എന്താ അതിന്റെ പേര്? ലിംഫ് ഡക്റ്റ്. ഈ ചെറിയ കുഴലുകളെ നമ്മൾ വിളിക്കുന്ന പേര് ലിംഫ് ലാക്റ്റിയൽ അഥവാ ലിംഫ് കാപ്പിലറി. അപ്പൊ അതിലേക്ക് കണ്ട, ആ വേസ്റ്റ് അതിലേക്ക് കയറും. ഇത് അതിലേക്ക് കയറിയിട്ട് പിന്നെ അത് ബ്ലഡിലേക്ക് തന്നെ കയറും. മനസ്സിലായില്ലേ? ഇനി when blood flows through capillaries, fluid part of blood oozes into intercellular space. ഞാൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ അവിടെ എഴുതിയുള്ളത്. ബ്ലഡ് ഇങ്ങനെ കാപ്പിലറീസിലൂടെ ഒഴുകുമ്പോൾ ബ്ലഡ് ഫ്ലൂയിഡ് പാർട്ട്, ബ്ലഡിന് ഫ്ലൂയിഡ് പാർട്ട് ഉണ്ട്, ചുവന്ന നിറത്തിലുള്ളതല്ലാത്തത് നടത്താം. അത് ഈ സെല്ലുകൾക്കിടയിലുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങുന്നു ത്രൂ ദ മൈന്യൂട്ട് പോൾസ് ഓഫ് കാപ്പിലറി വോൾ. കാപ്പിലറി വോൾ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഒറ്റ വരി കോശങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ ഓട്ടകളുണ്ട്, അതിലൂടെ നിങ്ങൾ വരും. ദിസ് ഫ്ലൂയിഡ് ഫോംഡ് ഇൻ ദ ഇന്റർസെല്ലുലാർ സ്പേസ് ഈസ് ദ ടിഷ്യൂ ഫ്ലൂയിഡ്. അപ്പോ അതിന്റെ പേര്, അപ്പൊ അതിന് നമ്മളൊരു പേര് അങ്ങോട്ട് ഇട്ടു. എന്താ അതിന്റെ പേര്? ടിഷ്യൂ ഫ്ലൂയിഡ്. എന്താ അപ്പൊ അതിന്റെ പേര്? ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ RBC. അതിന് ചുവപ്പ് നിറം കാണില്ല. എന്താ കാരണം? ചുവപ്പ് നിറം ഇല്ലാത്തതിന്റെ കാരണം അതിൽ എന്തില്ല? RBC ഇല്ല. എന്തില്ല? RBC എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് സെൽ. നമ്മൾ ഈ പാഠം തുടങ്ങുമ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഓർമ്മണ്ടോ? ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾ ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് സെൽസ്. ടിഷ്യൂ ഫ്ലൂയിഡ് ഈസ് അബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ്. അപ്പോ blood and lymph capillaries. Lymph is the tissue fluid inside the lymph capillaries. അടാ, അപ്പൊ ടിഷ്യൂ ഫ്ലൂയിഡ് ബ്ലഡിലേക്കും അതേപോലെ ലിംഫ് കാപ്പിലറിയിലേക്കും അബ്സോർബ് ചെയ്യപ്പെടുന്നു, വലിച്ചെടുക്കപ്പെടുന്നു. അങ്ങനെ ടിഷ്യൂ ഫ്ലൂയിഡ് ലിംഫിന്റെ അകത്ത് ചെന്നാൽ, ലിംഫ് കാപ്പിലറീസിന്റെ അകത്ത് ചെന്നാൽ ടിഷ്യൂ ഫ്ലൂയിഡിന്റെ പേര് മാറി. ടിഷ്യൂ ഫ്ലൂയിഡിന്റെ പേരെന്താ? ലിംഫ്. ഇതാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടാ? ലിംഫ് ഈസ് ദ ടിഷ്യൂ ഫ്ലൂയിഡ് ഇൻസൈഡ് ലിംഫ് കാപ്പിലറീസ്. മനസ്സിലായ? ശ്രദ്ധിച്ച് മനസ്സിലാക്കൂട്ടാ. ഇത് ടെക്സ്റ്റ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടാ, വേറെ നമ്മൾ നോട്ട് തരുന്നില്ല കേട്ടാ. ഇനി മെത്തേഡ് ഓഫ് ഫോർമേഷൻ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് ഒക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു. അപ്പോ അത് ഞാൻ ഇനി വീണ്ടും അതിൽ നിൽക്കണില്ല, ഞാൻ ചോദ്യങ്ങൾ അടുത്ത ദിവസം ചോദിക്കുമ്പോൾ ഒന്ന് പറഞ്ഞോളൂ. ദ ക്വസ്റ്റ്യൻ റൈസ്ഡ് ബൈ സിനി. ഇനി പാഠം തുടങ്ങുമ്പോ സിനി എന്ന് പറയുന്ന ഒരു കുട്ടി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത്രേ. നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചാ? സിനി എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്താണ്? രക്തത്തിലൂടെയാണല്ലോ ലഘുപോഷകങ്ങൾ കോശങ്ങളിൽ എത്തുന്നത്. അങ്ങനെയെങ്കിൽ കോശത്തിനുള്ളിൽ രക്തം പ്രവേശിക്കുന്നുണ്ടോ? ഇതാണ് സിനി ചോദിച്ചത്. ഇപ്പൊ എന്താ ഉത്തരം? കോശങ്ങൾക്കിടയിലേക്ക് രക്തം പ്രവേശിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ രക്തം മുഴുവൻ അങ്ങോട്ട് പ്രവേശിക്കുന്നുണ്ടോ? പ്രവേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം രക്തത്തിലുള്ളതൊക്കെ പ്രവേശിക്കുന്നുണ്ട്, പക്ഷെ മുഴുവനായിട്ട് രക്തം അങ്ങോട്ട് പ്രവേശിക്കുന്നുണ്ടോ? രക്തം കുഴലുകളിലൂടെയാണ് കോശങ്ങൾക്ക് അടുത്തു കൂടെ പോകുന്നത്. അങ്ങനെ കുഴലുകളിലൂടെ പോകുമ്പോൾ രക്തത്തിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ കോശങ്ങൾക്കുള്ളിലേക്ക് പോവണം. അല്ലാതെ രക്തം അങ്ങനെ മുഴുവനായിട്ട് കോശങ്ങൾക്ക് അടുത്തേക്ക് പോകണ്ടോ? ഇല്ല. Lymph also participate in the transport of material. അപ്പൊ along with blood, ദാ ഇവിടെ പറയുന്നു. അപ്പോ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോ രക്തം മുഴുവനായിട്ട് അങ്ങോട്ട് പോകുന്നില്ല, പക്ഷെ രക്തം കുഴലുകളിലായിട്ട്, ചെറിയ കുഴലുകളായിട്ട്, ആ കുഴലിന്റെ പേരെന്താ? കാപ്പിലറീസ്. ആ കാപ്പിലറീസിലൂടെ രക്തം ഒഴുകുമ്പോൾ രക്തത്തിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തേക്ക് ചെല്ലുന്നു, പ്രവേശിക്കുന്നു. Lymph also participate in transport of materials. Observe the flow chart given below. Prepare the description. ഒപ്പം തന്നെ ലിംഫിലൂടെയും മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു, സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇതാ അവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. എന്തൊക്കെയാ? Prepare a description on how fatty acid and glycerol that are absorbed in the lymph from small intestine reach cells and not in the science diary. നോക്കിയാ എന്തൊക്കെയാ സംഭവിക്കുന്നത് നോക്കിയാൽ ഞാൻ പറഞ്ഞ കാര്യത ഇവിടെ ഫ്ലോ ചാർട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഫാറ്റി ആസിഡും ഗ്ലിസറോളും എവിടേക്കാ പ്രവേശിക്കണത്? നമ്മൾ പറഞ്ഞു സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ച്
ലാക്ടൈലിലേക്ക് അത് പ്രവേശിക്കുന്നു. ലാക്ടൈലിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തിന് വിളിക്കുന്ന പേര് ലിംഫ് അല്ലേ? എന്നിട്ട് സ്മോൾ ലിംഫ് ഡക്റ്റിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ ലാർജ് ലിംഫ് ഡക്റ്റിലേക്ക്, അതായത് കുഴലിന്റെ വലിപ്പം കൂടി കൂടി വരികയാണ്. പിന്നെയോ ആ ലാർജ് ലിംഫ് ഡക്റ്റിൽ എവിടെ ചെന്ന് ചേരുന്നു? വെനക്കാവയിൽ ചെന്ന് ചേരുന്നു. ബ്ലഡിൽ തന്നെ ചെന്ന് ചേരുന്നു. അവിടെ വരച്ച് കാണിച്ചു. അങ്ങനെ ബ്ലഡിൽ ചേർന്നിട്ട് അത് പിന്നെ എവിടേക്ക് എത്തുന്നു? ഹൃദയത്തിലെത്തുന്നു. ബാക്കി നിങ്ങൾക്ക് അറിയില്ലേ? ഹൃദയത്തിലെത്തിക്കഴിഞ്ഞാൽ ഹൃദയത്തിലെത്തുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ എവിടെ എത്തുക? എവിടെയാ? ഇടത്താണോ വലത്താണോ? വലതു ഭാഗത്ത് അല്ലെ? വലതു ഭാഗത്ത് നിന്ന് പിന്നെ അത് എവിടെ പോകുന്നു? ലങ്സിലേക്ക് പോകുന്നു. അപ്പോ ഇനി ഏതാണ്ട് അവസാനിപ്പിക്കാട്ടാ. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് അലോങ് വിത്ത് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം the circulation of lymph also take place. Lymph formed from blood passes through lymph duct and return to blood near the heart. അപ്പൊ ലിംഫ് ബ്ലഡിൽ നിന്ന് രൂപപ്പെടുന്നു, എന്നിട്ട് തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ ചേരുന്നു. അതല്ലേ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത്? ലിംഫ് രൂപപ്പെടുന്നത് എവിടെ നിന്നാ? ലിംഫ് രൂപപ്പെടുന്നത് എവിടെ നിന്നാ? ലിംഫ് ശരിക്കും എന്താ സാധനം? ടിഷ്യൂ ഫ്ലൂയിഡ് അല്ലേ? അപ്പൊ ബ്ലഡിൽ നിന്ന് രൂപപ്പെട്ടിട്ട് എവിടേക്ക് തന്നെ ചെല്ലുന്നു? ഇൻ അഡീഷൻ ടു ലിംഫ് ദ ലിംഫാറ്റിക് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ്. അപ്പോ ശ്രദ്ധിക്കുക, ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒഴുകുന്നത് പോലെ ലിംഫിനും ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ലിംഫാറ്റിക് സിസ്റ്റം. കണ്ട അവിടെ ചിത്രം കണ്ട? കണ്ട? പച്ച വരയെ കൊടുത്തിരിക്കുന്നത്. ബ്ലഡ് ആണെങ്കിൽ ചുവപ്പ് വരയാ. ഇത് കണ്ട? പച്ച. കാരണം അതിലൂടെ ഒഴുകുന്നത് ബ്ലഡ് അല്ല, ചുവന്ന നിറമുള്ളതല്ല, മറിച്ചോ ഇളം മഞ്ഞ നിറത്തിലുള്ള ഒരു ദ്രാവകമാണ്. അതിന്റെ പേരാണ് എന്ത്? ലിംഫ്. അപ്പോ ലിംഫാറ്റിക് സിസ്റ്റം. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ട്? കണ്ട? ഈ വര ആയിട്ട് കാണുന്നതിനെ പറയുന്ന പേര് കാപ്പിലറീസ്. പിന്നെ അത് ഇത്തിരി കൂടി കനമുള്ള വരയാകുമ്പോ അതിനെ പറയുന്ന പേര് ലിംഫ് ഡക്റ്റ്. കണ്ടാ? നമ്മുടെ ശരീരത്തിലേക്ക് കാണിച്ചിരുന്നത് കണ്ടാ? ഇനിയോ അത് ചേരുന്ന ഭാഗങ്ങളില് പറയും ലിംഫ് നോഡ്, അതുപോലെ സ്പ്ലീൻ എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. നോക്കിയാ എന്താ സ്പ്ലീൻ? സ്പ്ലീൻ ഇവിടെ കൃത്യമായിട്ട് കാട്ടിയിട്ടുണ്ട്. കണ്ടാ? കശുവണ്ടി പരിപ്പ് പോലെ. കണ്ടാ സ്പ്ലീൻ? നമ്മുടെ ശരീരത്തിൽ ലിംഫിന്റെ ഉൽപാദന കേന്ദ്രമാണെന്ന് പറയാം. ശരിക്കും എന്താ? സ്പ്ലീൻ എന്ന് പറയുന്നത് ലിംഫ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലം. ഇനിയോ ഇവിടെ ലിംഫ് എന്താണ്? ഇവിടെ കണ്ട? ഈ തോളിന്റെ ഈ ഭാഗത്ത്, അതുപോലെ ഇവിടെ കണ്ട നോഡ്സ്. ഇതിനെ പറയുന്ന പേര് നോഡ്സ് എന്നാ. കണ്ട? നമ്മുടെ കാലിന്റെ ഇടുപ്പിലാണ് നോഡ് വരിക. പിന്നെ ഈ തോളത്ത് വരും, അതുപോലെ കക്ഷത്ത് വരും. ഇവിടെയൊക്കെ ലിംഫ് നോഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. എന്താ ലിംഫ് നോഡ്? നോഡ് എന്ന് പറഞ്ഞ ഒരു സ്പോട്ടാണ്, അത് ഒരു കേന്ദ്രം. എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കാലുമ്മലോ കയ്യുമ്മലോ ഒക്കെ മുറിവുണ്ടാവുമ്പോൾ കഴല എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവാറുണ്ടോ? കഴല ഉണ്ടായിരിക്കെങ്കിലും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും കഴലൊന്നും ഉണ്ടാവില്ല. കുടുങ്ങിപ്പോയി ഞാൻ ഇത് പറഞ്ഞേക്കാൻ. പണ്ടത്തെ കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ഈ സാധനം കഴല. എന്താ കാരണം? പുറത്തിറങ്ങി കളിക്കും, അപ്പൊ ഒരു കാലാമുറിയും, അപ്പൊ കാണാം കഴല വന്നു. അതും പിന്നെ അടുത്ത ദിവസം തൊട്ട് നടക്കുമ്പോ കാണാം ഒരു പ്രത്യേക തരത്തിൽ നടക്കുന്നത്. എന്താ കാരണം? കഴല. അതുപോലെ കയ്യുമ്മ കഴല, കയ്യുമ്മ മുറിവ് വന്നു കയ്യിന്റെ. അപ്പൊ നമുക്ക് കൈ ശരിക്കും മടക്കാൻ പറ്റില്ല, കക്ഷത്തൊരു മുഴ വരും. അങ്ങനെ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല അല്ലേ ഇതുവരെ? കഷ്ടം. എന്തായാലും ആവട്ടെ, ഒരു കഴലൊക്കെ ഇടയ്ക്ക് വരണം. അപ്പൊ മുറിവ് ഉണ്ടാക്കിയാൽ മതി, കടല വരും. കടല വരണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് കടല വരണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഒരാൾക്ക് ചിലപ്പോൾ അടുത്ത ദിവസം 2 കടല വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ കടല വരണത് എന്താ വെച്ചാൽ വല്ല രോഗാണുക്കളും വന്നു കഴിഞ്ഞാൽ ആ രോഗാണുക്കളും മുറിവിലൂടെ അകത്തേക്ക് കയറിയാൽ അവയെ ബ്ലോക്ക് ചെയ്യുന്ന പരിപാടിയാണ് ഈ കടല. മനസ്സിലായോ? ലിംഫ് വന്നിട്ട് അവിടെ എങ്ങനെ കണ്ട് കൂടി നിൽക്കുന്ന പറഞ്ഞത് ഒരു മുഴയായിട്ട്. അതാണ് സ്പ്ലീനും ലിംഫും. കട ഇവിടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. സ്പ്ലീൻ ആൻഡ് ലിംഫ് നോഡ്സ് പ്ലേ മേജർ റോൾ ഇൻ ഡിഫെൻഡിങ് ഡിസീസ് കോസിങ് ജേംസ്. കണ്ടാ? രോഗാണുക്കൾ മുഖേന വല്ല രോഗങ്ങളും വന്നാൽ അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ തടയുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ് സ്പ്ലീനും ലിംഫ് നോഡ്സും. ആരാ? സ്പ്ലീനും. ഓക്കെ ട്ടാ.
ഓക്കെ? എന്താന്ന് മനസ്സിലായില്ല? അപ്പൊ ഇത് പഠിക്കുക ട്ടാ.